തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശം. തിരുവനന്തപുരമാണ് സ്വദേശമെങ്കിലും പഠിച്ചത് സ്കൂളിൽ പഠിച്ചതിന് ശേഷം 10 സ്കൂളുകളിലായിട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ പോലീസ് സർവീസിലായിരുന്നു. അങ്ങനെ അച്ഛന് സ്ഥലം മാറ്റം വരുമ്പോൾ നമ്മളുമൊക്കെ സ്ഥലം മാറി കൂടെ പോയി അതത് സ്ഥലങ്ങളിൽ കഴിയുക എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു വർഷം 3 സ്കൂളിൽ പഠിച്ച വർഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 10 സ്കൂളിൽ ആകെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ ഏർപ്പാട് നടക്കില്ല എന്നുള്ളത് കൊണ്ട് കോളേജ് ലെവലിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ദൂരെയാണെങ്കിൽ പോലും ഇവിടെ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ കൂടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മാർവാനീസ് കോളേജിൽ പഠിക്കുന്നത്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും മാർവാനീസ് കോളേജിൽ പഠിച്ചു. അപ്പോൾ അന്ന് SSLCക്ക് വളരെ നല്ല മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാർക്കൊക്കെ ശരിക്കും മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ ഒക്കെ അയക്കണം എന്നൊക്കെയുള്ള കാര്യത്തിലായിരിക്കാം മാർവാനീസ് കോളേജിൽ തന്നെ കൊണ്ട് ചേർത്തു. അപ്പോൾ അവിടെ എനിക്ക് ചെറിയ ആ മാർവാനീസ് കോളേജിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രസംഗം, ഡിബേറ്റ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം വരികയും അത് ക്രമേണ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയമൊക്കെ അസ്ഥി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അറിയാം ആദ്യത്തെ കാഷ്വാലിറ്റി പഠിത്തമായിരിക്കും. അങ്ങനെ സ്കൂൾ വരെയുള്ള പഠിത്തത്തിൻ്റെ രീതിയൊക്കെ ഒന്ന് കുറേ കൂടെ താഴെ പോവുകയും കാര്യമായി പോയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിൻ്റെ ലെവലിൽ നിന്ന് താഴെ പോയിട്ട് ഇതിലേക്ക് കൂടുതൽ താല്പര്യം വരികയും പ്രീ ഡിഗ്രിയിലും ഡിഗ്രിയിലും പഠിത്തത്തോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കാനുണ്ടായത്. അപ്പോൾ അതോടുകൂടി ഈ പറയുന്നത് പോലെ ഒരു പൊതുപ്രവർത്തന രീതികൾ ഏതിലെങ്കിലുമൊക്കെ ആണെങ്കിൽ വന്നാൽ കൊള്ളാം. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു പൊതുപ്രവർത്തനമാണല്ലോ. അങ്ങനെ മനസ്സിലേക്ക് പതുക്കെ ഈ ജേർണലിസം ഒരു സാധ്യതയാണെന്നുള്ള ഒരിത് കടന്നു വന്നിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ നല്ല വിദ്യാർത്ഥിയായിട്ട് അടക്കമൊതുക്കത്തോടുകൂടി സ്കൂളിൽ പഠിക്കുമ്പോൾ 10ൽ പഠിക്കുമ്പോഴോ 9ൽ പഠിക്കുമ്പോഴാണെന്ന് വ്യക്തമായ ഓർമ്മയില്ല. അന്നൊക്കെ സ്കൂളിൽ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാ സ്കൂളിലും നടത്തിയിരുന്നു. പല കരിയറുകളെയും കുറിച്ചുള്ള ആൾക്കാർ വന്ന് സംസാരിക്കും. ഞാനന്ന് 10ൽ പഠിക്കുന്നത് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂൾ ഇപ്പോഴും വളരെ പ്രശസ്തമായ, അവിടെയാണ് SSLC പഠിച്ചത്. അപ്പോൾ അവിടെ ഈ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വന്ന ആൾക്കാർ പത്രപ്രവർത്തകരാണ്. പല പത്രങ്ങളുടെയും വന്നിരുന്ന അവിടുത്തെ പ്രാദേശിക പത്രപ്രവർത്തകർ തന്നെയാണ്. അങ്ങനെ പല പ്രൊഫഷൻ്റെ ഇത് കേട്ടപ്പോഴും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അന്ന് തന്നെ ഈ ജേർണലിസ്റ്റെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്തൊരു രസം വന്നു. അന്നേ ഈ പ്രസംഗത്തിൻ്റെയും എന്താണ് അല്പം കഥ, കവിത, അതുപോലെ തന്നെ ഇതുപോലുള്ള ഉപന്യാസം എഴുത്തതിലൊക്കെയുള്ള താല്പര്യവുമുണ്ട്. അപ്പോൾ അതും ഇതും എങ്ങനെ ഇണങ്ങുന്നത് പോലെ ഒരു തോന്നൽ വരികയും അത് ഞാൻ മനസ്സിൽ കിടക്കുന്നുമുണ്ട്. അങ്ങനെ BSc പരീക്ഷ അടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ മറ്റ് ആക്ടിവിറ്റീസ് കൂടുതലുള്ളത് കൊണ്ട് പല പ്രാക്ടിക്കൽസ് പോലും ചെയ്തിട്ടില്ല. ഫിസിക്സാണ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽസ് ചെയ്യാത്ത പ്രാക്ടിക്കലാണ് വരുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പണിയായി പോകും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പോലും പറ്റാതെ വരും. പിന്നെ പാസ് മാർക്കേ തരുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ രോഗം വളരെ അപൂർവമായിട്ട് ഒരു അനുഗ്രഹമായി മാറാറുണ്ട്. അങ്ങനെ ഇതെന്താണ് പോകുമ്പോഴേ ഇത് പരീക്ഷ ക്യാൻസൽ ചെയ്യണമെന്ന് അച്ഛനോട് പറയണമെന്നുണ്ട്. അച്ഛൻ പറഞ്ഞാലും അത് കേൾക്കും. പക്ഷേ എങ്കിൽ പോലും ഒരു പറയാനൊരു വിഷമം. കാരണം ഈ സ്കൂൾ തലത്തിലൊക്കെ നല്ല വിദ്യാർത്ഥി ഇങ്ങനെ ഇത്രത്തോളം പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ എൻ്റെ മുമ്പ് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അനുഭവം അച്ഛനൊരു വിഷമം ഉണ്ടാക്കും എന്നുള്ള വിഷമം എനിക്കുണ്ട്. എന്തായാലും പരീക്ഷയുടെ ഒരു മാസം മുമ്പ് എന്തോ ഒരു രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ചിക്കൻ ബോക്സ് വന്നു. അങ്ങനെ ചിക്കൻ ബോക്സ് വന്നോണ്ട് പിന്നെ പറയണ്ട. അപ്പം അച്ഛൻ പറയും പിന്നെ പരീക്ഷ ക്യാൻസൽ ചെയ്യാതെ അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആ പരീക്ഷ ക്യാൻസലായി കിട്ടി. അപ്പോൾ പരീക്ഷ ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ ദീർഘം 1 വർഷത്തിൽ കൂടുതലുള്ള പീരീഡാണ്. അപ്പോൾ അത് ആ 1 വർഷമൊന്നും പിന്നെ പഠിക്കാനില്ലല്ലോ. ആകെ ഉള്ളത് പ്രാക്ടിക്കൽസ് ഒന്നും കൂടെ ചെയ്യണം. ബാക്കി നമ്മളിരുന്ന് പഠിക്കേണ്ട കാര്യമാണ്. അത് പരീക്ഷ ക്യാൻസൽ ചെയ്തതിൽ 95% പേരും പിന്നീട് അതിൽ ഗംഭീരമായി പഠിച്ച് വലിയ മാർക്ക് നേടിയിട്ടുണ്ടാകാൻ സാധ്യത. കാരണം വലിയൊരു ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പ്രായമല്ലേ. അപ്പോൾ അതിൽ എനിക്ക് ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് മൂലം അന്ന് തന്നെ വായനയിലും ഇതിലൊക്കെ ഉള്ള താല്പര്യം കൊണ്ട് ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് ഈ എൻ്റർടൈൻമെൻറ്റ് അവന്യൂസൊക്കെ വളരെ ലിമിറ്റഡ് ആണല്ലോ. പുസ്തകവും വായനശാല ഇതൊക്കെ ഉള്ളൂ. ഈ പറയുന്ന ലോകവും ഇൻ്റർനെറ്റും ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കാവുന്ന വളരെ വില കുറഞ്ഞ ഡേറ്റയിൽ ഇന്ത്യയിൽ കിട്ടുന്ന ഡേറ്റ ഇത് ലോകത്തെവിടെയും കിട്ടില്ല. അതൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനന്ന് പബ്ലിക് ലൈബ്രറിയിലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും അംഗത്വം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന വായനയിലേക്ക് കാര്യമായിട്ട് കടന്നു. സ്ഥിരമായി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും പബ്ലിക് ലൈബ്രറിയിലും പോകുക. എന്നാൽ സ്കൂട്ടർ പോലും ഇല്ല, ബസ്സിലാണ്. നമ്മുടെ മുട്ടടയാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ബസ്സിൽ പോകും. തിരിച്ച് വൈകുന്നേരം 7-7:30 ഉള്ളിലെങ്കിലും
വീട്ടിനുള്ളിൽ കയറിയാൽ കൊള്ളാം എന്ന് അച്ഛൻ പറയാറുണ്ട്. അങ്ങനെ അത് പാലിച്ചുകൊണ്ട് അവിടെ വരും, ഉച്ചയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ അതൊരു വായനയുടെ വലിയൊരു ലോകത്തേക്ക് പോയി. അപ്പോൾ വായനയുടെ ലോകത്തേക്ക് പോയപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തേക്ക് ലൈബ്രറിയന്മാരെയൊക്കെ ഞാൻ സ്തുതിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ പബ്ലിക് ലൈബ്രറിയിൽ ഇപ്പോഴും അവരുടെയൊക്കെ മുഖം മനസ്സിൽ ഓർമ്മയുണ്ട്, പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ അവരിത് വായനയിലുള്ള താല്പര്യം കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ആ 2 ലൈബ്രറിയന്മാരും മാറി മാറി ഈ മാഗസീൻസൊക്കെ, അത് കലാകൗമുദി ആയാലും ടൈം ആയാലും ന്യൂസ് വീക്ക് ആയാലും ഏതായാലും വന്ന ഉടനെ എനിക്കാണ് എടുത്ത് തരുന്നത്. അത് മറ്റേ സീല് പോലും അടിക്കില്ല. അപ്പോൾ സീല് പോലും അടിക്കാതെ ഈ എടുത്ത് തരും. അങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിച്ചാൽ അത് ആക്ഷേപവും വരും. അപ്പോൾ പബ്ലിക് ലൈബ്രറിയുടെ മുകളിൽ 2 സൈഡുണ്ട്, ജനറൽ പബ്ലിക്കിനും ഉണ്ട്, മെമ്പേഴ്സിനും ഉണ്ട്. അപ്പോൾ പുള്ളി പറയും അവിടെ ഇരുന്ന് വായിച്ചാൽ മതി, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട. അങ്ങനെ ഞാനിത് എടുത്തുകൊണ്ട് അവിടെ പോയി ഈ വായിക്കുന്ന ഈ ഒരു അഭിമാന ബോധമുണ്ട്. അപ്പോൾ ഈ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുള്ളതായിരിക്കും, പുതിയ പുസ്തകങ്ങളുടെയും മാസികകളുടെയൊക്കെ ഒരു മണമുണ്ടല്ലോ. അപ്പോൾ അത് ഈ പുതിയ പുസ്തകങ്ങളുടെയും മാസികകളുടെയും മണം തന്നെ ഒരു ഹരമായി മാറി. പിന്നെ ഒരിക്കലും അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ജീവിതകാലം മുഴുക്കി ഈ പുതിയ പുസ്തകങ്ങളുടെയും ഈ പബ്ലിക്കേഷൻസിൻ്റെയും മണം ജീവിതത്തിന് പിറകെ വരുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ പശ്ചാത്തലം കൂടി വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് BSc പ്രാക്ടിക്കൽസും കഴിഞ്ഞത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും MAക്കോ വല്ലതൊക്കെ പോയി ജേർണലിസ്റ്റിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് അന്ന് നമ്മുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇത് പത്രങ്ങളിൽ വരുന്ന വിവരം മാത്രമേ ഉള്ളൂ. വേറെ കോഴ്സ് എവിടെയുണ്ട്, എന്തൊക്കെയാണ് കേരളത്തിലുള്ള കോഴ്സുകൾ, കേരളത്തിന് പുറത്തുനിന്ന് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനെ വിടാനും സാഹചര്യമില്ല. കാരണം വീട്ടിൽ 7:30 മണിക്കുള്ളിൽ കയറണം എന്നൊക്കെയുള്ള അച്ഛൻ്റെ ആഗ്രഹമുള്ളിടത്തോളം കാലം നമ്മൾ വേറെ പുറത്തൊക്കെ പോയി പഠിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു ദിവസം പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞ് ഇപ്പോഴും സ്ഥാപനം ഉണ്ടാവാനാണ് സാധ്യത. ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയുന്ന പ്രശസ്തനായ വളരെ കമ്മിറ്റഡായ ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഗവൺമെൻറ് സർവീസ് തന്നെ ആയിരുന്നു, എങ്കിലും അത് നടത്തിക്കൊണ്ട് പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവിടെ പ്രാക്ടിക്കൽ ചെയ്യാൻ പോയപ്പോൾ അത് ഈ ജീവിതത്തിൽ ഈ എന്താണ് സിങ്ക്രോ ഡെസ്റ്റിനി എന്നും യാദൃച്ഛികതകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരുപാട് യാദൃച്ഛികതകൾ കാണും. അത് ജീവിതത്തിലെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായാലും വിവാഹമായാലും വേറെ എന്തെങ്കിലും കാര്യങ്ങളായാലും മക്കളുടെ വിവാഹമായാലും എല്ലാത്തിനകത്തും ഒരുപാട് യാദൃച്ഛികതകൾ കടന്നു വരാറുണ്ട്. അപ്പോൾ അത് വളരെ സ്വാഭാവികമാണ്. ചിലപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഞാൻ ദൈവവിശ്വാസിയാണ്, ദൈവം തന്നെ നിശ്ചയിക്കുന്നതുമാകാം. അപ്പോൾ ഈ പ്രാക്ടിക്കൽ നടക്കുന്നിടത്ത് ഒരു പത്രത്തിൻ്റെ താള് തറയെ വീണ് കിടക്കും. അപ്പോൾ അതെടുത്തപ്പോൾ കേരളകൗമുദി പത്രമാണ്. ആ കേരളകൗമുദി പത്രത്തിൻ്റെ ഒരു ഷീറ്റ് എടുത്തപ്പോൾ അതിൻ്റെ ഈ അറിയിപ്പുകളൊക്കെ അവർ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു രീതിയും അതിൽ ലോഗോയും വയ്ക്കും തിരുവനന്തപുരത്ത്. ആ അറിയിപ്പുകളുടെ ലോഗോയിൽ MJക്ക് പ്രവേശനം എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത്. അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് പറ്റിയ ഒരു സംഗതിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ മാസ്കോമിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന S രാധാകൃഷ്ണൻ്റെ ക്ലോസ് ഫ്രണ്ട് രാധാകൃഷ്ണനും ഈ പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് അവിടെ ഉണ്ട് ഫിസിക്സ് ലാബിൽ. അപ്പോൾ രാധാകൃഷ്ണൻ മറ്റേ ഫിസിക്സ് വിട്ട്, രാധാകൃഷ്ണൻ മറ്റേ ലയോളയെ പഠിച്ച ഒരു ആളാണ്. അയാൾ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് മറ്റേ MScക്കൊക്കെ പോകണമെന്ന് വീട്ടുകാർ വളരെ ശഠിച്ച് നിൽക്കുന്ന സമയമാണ്. ഞാനും MScക്കൊക്കെ പോകണം എന്ന് തന്നെയാണ് അവർ വീട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹങ്ങൾ ചിലതൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ രാധാകൃഷ്ണൻ ഇതെടുത്ത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അന്നാണ്. അത് വേറെ യാദൃശ്ചിക. അന്നും കൂടെ അപേക്ഷ സ്വീകരിക്കും. അപ്പോൾ ഇനി സാറിനോടൊന്നും പറയാൻ നിൽക്കട്ടെ, ഞാൻ നേരെ പോവുകയാണ്, ആപ്ലിക്കേഷൻ കൊടുക്കുക, നിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി രാധാകൃഷ്ണൻ തന്നെ എന്തോ ഒപ്പൊക്കെ ഇട്ട് അവിടെ ആപ്ലിക്കേഷനും കൊടുത്ത് നമ്മുടെ ഇത് അവിടെ കൊണ്ട് പെട്ടിയിലിട്ടു. അങ്ങനെയാണ് കാര്യവട്ടത്തേക്കിന് അപ്ലൈ ചെയ്യുന്നത്. അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് കുട്ടികൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യും. അപ്പം നമ്മളതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം, പ്രശസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസവും ഇതേപോലെ അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ നമുക്കിത് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത് യൂണിവേഴ്സിറ്റിയുടെ കുറേ കൂടെ പ്രോസസ്സ് എടുക്കുമല്ലോ. അന്ന് KP നായർ സാർ എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ബ്യൂറോ ചീഫും കേരള ചീഫും ഒക്കെ ആയിരുന്ന അതിപ്രശസ്തനായ പത്രപ്രവർത്തകനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ. അപ്പോൾ സാർ എന്നെ കണ്ടു. അപ്പോൾ സാർ പറഞ്ഞ് അപ്ലൈ ചെയ്യൂ, ഇതൊരു 10-400 പേരൊക്കെ 500 പേരൊക്കെ അപ്ലൈ ചെയ്യും, 40 സീറ്റേ ഉള്ളൂ, അതിൽ കുറച്ച് പേർ ചില വർക്കിംഗ് ജേർണലിസ്റ്റ് കോട്ട എങ്ങനെ എന്തുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് പൂർണ്ണമായും മെറിറ്റിലാണ്, യാതൊരു വിട്ടുവീഴ്ചയും ഇതിനകത്തില്ല. എൻ്റെ മകനാണെങ്കിൽ ഈ ടെസ്റ്റിൽ കൂടെ കടന്നു വരാൻ പറ്റും എന്ന് പറഞ്ഞ് എനിക്കും കൃഷ്ണകുമാറും എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളായ മറ്റേ ഹിന്ദുവിൽ നിന്ന് ഫ്രണ്ട് ലൈനിൽ നിന്ന് സീനിയർ അസോസിയേറ്റ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത R കൃഷ്ണകുമാറും
നമുക്കിവിടെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേ റിസൾട്ടും വന്നു. അപ്പോൾ ഇവിടെയും കിട്ടി, അവിടെയും കിട്ടി. അപ്പോൾ പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഇത് വൈകുന്നേരമാണ്. എന്നാൽ മോർണിംഗ് ഈവനിങ് ബാച്ച് ഒന്നുമില്ല, ഈവനിങ് ബാച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോവും, വൈകുന്നേരം ഇവിടെ വരും. അതും അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫീസും അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഫീസ് റീഫണ്ട് ചെയ്യാനും പ്രൊവിഷനില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെന്തായാലും ഇത് 2 വർഷം ഇല്ലേ, അപ്പോൾ അന്ന് ഡിഗ്രിയും ഡിപ്ലോമയും മാത്രം മതി പത്രങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നേരത്തെ വരികയും ചെയ്യും. അത് പിന്നീടേ വരുമോ, യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്, വൈകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതിൻ്റെ ഡിഗ്രിയുടെയും ഇതും വന്നപ്പോൾ തന്നെ നമുക്ക് 3 പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റി. MJയുടെ റിസൾട്ടും വന്നിട്ടില്ല. അപ്പോൾ അത് പക്ഷേ വലിയൊരു അനുഭവമായിരുന്നു. കാരണം അവിടെ ഒന്ന് മാധ്യമപ്രവർത്തകർ തന്നെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്, അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ജീവിതം മുഴുക്കി വൈകുന്നേരം, രാവിലെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള തിയററ്റിക്കലായിട്ടുള്ള രണ്ടിൻ്റെ അപ്രോച്ചിൽ വലിയ വ്യത്യാസമുണ്ട്. അത് കൂടുതലും മറ്റേ പലതരത്തിലുള്ള വിഷയങ്ങൾ, ജേർണലിസ്റ്റിനകത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ തിയറി, മറ്റേ കാര്യങ്ങൾ, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിങ് എല്ലാം ഉണ്ട്. നല്ല കോഴ്സാണ്. അതിൻ്റെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇവിടെ പ്യുവർലി പ്രായോഗിക കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബാലൻസും കൂടി നമുക്കത് കിട്ടുകയും ചെയ്തു. അവിടെ 2 കൂടെ പഠിച്ചിരുന്നു. ഞങ്ങൾ 5 പേരങ്ങനെ ഉണ്ടായിരുന്നു. ഒരു G ഹരികുമാർ, പിന്നെ ഷാജി വിക്രമൻ, അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ഒക്കെ വളരെ സീനിയർ ജേർണലിസ്റ്റായിട്ട്, എഡിറ്റോറിയൽ ഹെഡായിട്ടൊക്കെ റിട്ടയർ ചെയ്ത് ഇപ്പോൾ ചെന്നൈയിലുള്ള ഷാജി വിക്രമൻ. അങ്ങനെ 5 പേർക്കാണ് അതിൽ കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൽ അപ്ലൈ ചെയ്ത് ഇതിലേക്ക് കടക്കണം. അപ്പോൾ നമ്മളെല്ലാം വളരെ ഹരത്തോടു കൂടി നിൽക്കുകയാണ്. ജേർണലിസം പഠിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും ഉചിതമായ അത് പത്രങ്ങളുടെയൊക്കെ സുവർണ്ണകാലം, ഇപ്പോഴത്തെ കാലമല്ല, പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. പത്രങ്ങൾ എല്ലാം അങ്ങേയറ്റത്തെ ഇതിൽ വിരാജിക്കുന്ന കാലം എന്ന് പറയാം. പത്രത്തിലൊരു വാർത്ത വരാൻ തന്നെ പോലും പാടാണ്. ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് പത്രത്തിൽ നാളെ എങ്ങനെ വരും എന്നുള്ള ആശങ്കകളുള്ള സമൂഹം, പൊതുപ്രവർത്തകരെല്ലാം ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും കിട്ടണം എന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വിളിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് വിളിച്ചപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ ഏത് കിട്ടുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. കാരണം നമ്മൾ കമ്പാരിറ്റീവ് അല്ലേ, ഈ പറയുന്ന ഇതിൽ നമ്മൾ IPL മത്സരങ്ങൾ പോലെ എത്ര നല്ല ടീമായാലും ഒരു മത്സരത്തിൽ അതിനേക്കാളും വലിയ രീതിയിൽ ഒരു ടീം കളിക്കുകയും നമ്മുടെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ എത്ര വലിയ ടീമായാലും തോറ്റുപോകാം. എന്തുവേണം സംഭവിക്കുക എന്ന് പറയുന്ന പോലെ ഇത്രയും വലിയ കോമ്പറ്റീഷൻ വരുമ്പോൾ ഞങ്ങൾ എവിടെ നിൽക്കുന്നു നമുക്കാർക്കും നിശ്ചയം. അതുകൊണ്ട് എല്ലാത്തിലും അപ്ലൈ ചെയ്യും. കൊച്ചു പത്രങ്ങളും വലിയ പത്രമൊന്നും ഒക്കെ അപ്ലൈ ചെയ്യും, അതിൽ വരും. അപ്പോൾ ആദ്യം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ആദ്യം വന്നത് അതിനു മുമ്പ് തന്നെ ഈ MJയുടെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ക്ഷണിച്ചിരുന്നു. അങ്ങനെ അത് അന്ന് SK അനന്തരാമൻ എന്നുള്ള അതിപ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകനാണ് അതിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ. അദ്ദേഹം നമ്മൾ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ, കൽവത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഓഫീസിൽ വെച്ചായിരുന്നു. അവിടെ പോയി അതിലെനിക്ക് സെലക്ഷൻ കിട്ടി. അതിൻ്റെ കൂടെ സെലക്ഷൻ കിട്ടിയ ആൾക്കാരാണ് എൻ്റെ ഓർമ്മയിലുള്ള ഒരാൾ ഗൗരിദാസൻ നായരാണ്. ഗൗരി പിന്നെ ഹിന്ദുവിലേക്ക് പോയി, ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു ആദ്യം. ഗൗരിയൊക്കെ ആ ബാച്ചിൽ അന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ടെസ്റ്റ് സെലക്ഷൻ കിട്ടി വന്നെങ്കിലും എനിക്കെന്തുകൊണ്ടോ, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷ് ഈ പറയുന്ന അച്ഛൻ ഈ പറയുന്നത് പോലെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ഒരു സാറിനെയൊക്കെ ഏർപ്പെടുത്തി അത് മോശമാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിലും വേണേ പറ്റും എന്നുള്ള രീതിയുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ മാതൃഭാഷയിൽ ഇത് നമ്മൾ പല സ്റ്റോറീസ് എഴുതുന്ന വെറും ഈ പറയുന്ന പത്രസമ്മേളനവും ആക്സിഡൻറ്റ് സ്റ്റോറി എഴുതുന്നതല്ലല്ലോ, പലത് ഹൃദയത്തിൽ തൊട്ട് എഴുതേണ്ടി വരും. അത് മാതൃഭാഷയിലേ പറ്റുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് വേറൊരു ഭാഷയിൽ പ്രയാസമായിരിക്കും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ പ്രാവീണ്യം അതിൽ വേണം. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു കത്ത് എഴുതി. അങ്ങനെ അദ്ദേഹത്തിന് സ്വാമി എന്നാണ് വിളിക്കുന്നത്, അനന്തരാമൻ സാറിന് ഒരു കത്തെഴുതി. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായൊരു മറുപടിയാണ് അയച്ചിരുന്നത്. യു കാണ്ട് എസ്കേപ്പ് ഫ്രം മീ മൈ ഡിയർ ബോയ്, ദിസ് ഓർഡർ ഈസ് വാലിഡ് ടിൽ യുവർ കോഴ്സ് ഈസ് ഓവർ. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് എപ്പോൾ വന്നാലും മതി, ഇതിന് ടൈം ബാറില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും വളരെ നന്ദി എന്ന് പറഞ്ഞ് എഴുതി. ഞാൻ ഇങ്ങനൊരു നിലപാടിലാണെന്ന് പറഞ്ഞു. പുള്ളി അതിനും കത്തെഴുതി. എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റിഗ്രറ്റ്സ് വരും. ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഈ ടെസ്റ്റുകൾ എഴുതാനായിട്ട് തുടങ്ങിയത്. അതിൽ ആദ്യം വന്നത് മാതൃഭൂമിയുടെയും മനോരമയുടെയും ടെസ്റ്റ് പോയി എഴുതി.
മാതൃഭൂമിയിൽ സെലക്ഷൻ ആദ്യമേ കിട്ടി. അപ്പോൾ മാതൃഭൂമി സെലക്ഷൻ കിട്ടി, ജോയിൻ ചെയ്തു. അതിൻ്റെ തൊട്ട് പിന്നാലെ മലയാള മനോരമയുടെ ഓർഡർ വന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് 2ാം റാങ്കും ഉണ്ടായിരുന്നു ഈ MJ പരീക്ഷയിൽ. ഫസ്റ്റ് റാങ്ക് കെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഒരു കോളേജ് അധ്യാപകനും ഉണ്ടായിരുന്നു. അദ്ദേഹം കോളേജിൽ വലിയ അതിപ്രശസ്തനായ ഇംഗ്ലീഷ് അധ്യാപകനും, ഇവിടെ ശാസ്താമംഗലത്ത് താമസിക്കുന്നു. കെ ഗോപാലകൃഷ്ണനായിരുന്നു ഫസ്റ്റ് റാങ്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറയുന്ന മലയാള മനോരമയുടെ അവർ വിളിക്കുകയും ഓർഡറായിട്ട് അയക്കുകയും ഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്യും, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പല രീതിയിൽ ആലോചിച്ച് നോക്കി. പിന്നെ മാതൃഭൂമി തന്നെ തിരഞ്ഞെടുക്കാൻ അന്ന് പ്രത്യേകിച്ച് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ പ്രധാനപ്പെട്ട കാരണം, അന്ന് മാതൃഭൂമിയുടെ എഡിറ്റർ MD നാലപ്പാടാണ്. മാധവക്കുട്ടിയുടെ മകൻ മാധവദാസ് നാലപ്പാട്, മോനു നാലപ്പാട് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഡിറ്ററായ ശേഷം മാതൃഭൂമി അതിനെ ബേസ് ചെയ്ത് രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു പ്രശസ്തമായ മലയാള ചിത്രം തന്നെ വന്നിട്ടുണ്ട്. MD നാലപ്പാടാണ് അതിൽ. NP നാലപ്പാട് മാതൃഭൂമിയാണ് അതിലെ പ്രമേയം. രഞ്ജി ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, രഞ്ജി പണിക്കർ. അപ്പോൾ അന്ന് K രഞ്ജി എന്നാണ് പേര്. പിന്നെ അദ്ദേഹം രഞ്ജി പണിക്കർ എന്ന പേര് സിനിമ രംഗത്തേക്ക് വന്നപ്പോൾ മാറ്റിയതാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഈ പറയുന്ന നാലപ്പാടിൻ്റെ ഈ ഭയങ്കര അഗ്രസീവായ, നമ്മൾ പഠിച്ചത് പാടുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ജേർണലിസം ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരിക്കണം, ഒന്നിനോട് സന്ധി ചെയ്യാത്ത ഫിയർലെസ് ജേർണലിസം ആയിരിക്കണം. അപ്പോൾ ആ ഫിയർലെസ് ജേർണലിസമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാതൃഭൂമി ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ഈ ഫിയർലെസ് ജേർണലിസം ജോയിൻ ചെയ്ത് നമ്മൾ കയറിയപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിളിച്ച് ചോദിക്കുന്ന മുഴുക്കെ ഐ ഡോണ്ട് വാണ്ട് റുട്ടീൻ സ്റ്റഫ്, ഐ വാണ്ട് ഫിയർലെസ് വൈബ്രൻറ്റ് അഗ്രസീവ് സ്റ്റോറീസ് എന്നാണ്. അപ്പോൾ അത് തന്നെ ഭയങ്കര ആവേശം പകരുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ മലയാള മനോരമയെ പോകണമെന്നും പലരും പറഞ്ഞെങ്കിലും ഞാൻ ഇതിൽ കൂടുതൽ ആവേശം കണ്ടെത്തി ഇങ്ങോട്ട് വന്നു. ഞാൻ 37 വർഷം മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തിട്ടാണ്, വേറെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ആ തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് തന്നെയാണ് അന്നും ഇന്നും വിശ്വസിക്കുന്നത്. നമുക്ക് ഓരോരുത്തരൊക്കെ എന്താണ് ഇണങ്ങുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇണങ്ങിയ സ്ഥലം മാതൃഭൂമി തന്നെയാണെന്നാണ് എനിക്ക് സ്വയം ബോധ്യമായത്. MD നാലപ്പാട് നമ്മൾ കാണുന്നത് ട്രെയിനീസിൻ്റെ സെലക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് എഡിറ്റർ. അപ്പോൾ അന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് 36 വയസ്സേ ഉള്ളൂ. അദ്ദേഹം മാതൃഭൂമിയുടെ അന്ന് ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ്, എഡിറ്ററുമാണ്. അപ്പോൾ ഈ 36 വയസ്സുള്ള എഡിറ്ററാണ് വരുന്നത്. 36 വയസ്സുള്ള എഡിറ്റർ എന്ന് പറയാൻ അതിൻ്റെ എല്ലാ ആവേശമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് ചിന്താഗതിയുള്ള ആളായിരുന്നു, കോൺഗ്രസ് പശ്ചാത്തലമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കാണിച്ചതെന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവായ ഒരു എഡിറ്റോറിയൽ പോളിസി എടുത്തു. അപ്പോൾ അത് നാലപ്പാട് അദ്ദേഹം ആവർത്തിച്ച് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾക്ക് ഏതറ്റം വരെയും പോവാം, നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്യാം, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ഐ വിൽ നോട്ട് ലെറ്റ് യു ഡൗൺ. എഡിറ്റർ പിറകിലും ഉണ്ടാവും, മുന്നിലും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഭയക്കുക വേണം, ശരിയെന്ന് ബോധ്യമായ ഏത് കാര്യവും ചെയ്യാം. അപ്പോൾ നമ്മുടെ ജേർണലിസവും നമ്മുടെ ജേർണലിസത്തിൻ്റെ റെക്കൺസിലിയേഷനുകളും സന്ധി തീർക്കലുകളും എവിടെ നിൽക്കുന്നു എന്ന് ഏത് തലത്തിലുള്ള പത്രപ്രവർത്തനമാണെങ്കിലും ഇന്നറിയാം. അപ്പോൾ ഈ ഇത്രയും വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗ്ലോറിയസ് പീരീഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയൊരു ജേർണലിസം ഇവിടെ നടന്നിരുന്നു എന്ന് ഇപ്പോൾ പലരോടും പറഞ്ഞാൽ തന്നെ വിശ്വസിച്ചെന്ന് വരില്ല. അപ്പോൾ കാരണം അതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പവർ പത്രപ്രവർത്തനത്തിനുണ്ട്. അപ്പോൾ ആ പവർ ഏതുവരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിൽ നിന്ന് കണ്ട കാര്യമാണ്. ട്രിവാൻഡ്രത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ബേസ് ചെയ്തിരുന്നത്, നാലപ്പാടിൻ്റെ. അപ്പോൾ ട്രിവാൻഡ്രത്ത് അന്നത് ട്രിവാൻഡ്രം എഡിഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എഡിഷൻസാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളാണ്. ഈ 3 ജില്ലകളിലേക്കും പോകേണ്ട എഡിഷൻ്റെ പത്രം ഇവിടെ നിന്ന് പോകണം. അപ്പോൾ പമ്പ വരെ പോകേണ്ട പത്രം പോകണം. അപ്പോൾ നേരത്തെ പ്രിന്റ് ചെയ്യണം. മറ്റേ എഡിഷൻസ് ഒന്നും വന്നിട്ടില്ല. അന്ന് 3 എഡിഷനേ ഉള്ളൂ. 3ാമത്തെ എഡിഷനായിരുന്നു തിരുവനന്തപുരം. കോഴിക്കോടും കൊച്ചിയും കഴിഞ്ഞ് കുറേ ഗ്യാപ്പിന് ശേഷമാണ് തിരുവനന്തപുരം വരുന്നത്. അപ്പോൾ ഈ 3 ജില്ലകളിലേക്കുള്ള പത്രം എത്തുകയും വേണം. അപ്പോൾ ഈ അഗ്രഷൻ കൂടിയോടുകൂടി ആൾക്കാർക്ക് കോപ്പി സ്വാഭാവികമായിട്ടും കൂടുമല്ലോ.
കോപ്പി കൂടി കൂടി തുടങ്ങി. അവസാനം ഇതും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാ പത്രങ്ങളുടെയും ചെറുതായാലും വലുതായാലും ആനുകാലികങ്ങളുടെയും കോപ്പി വൻതോതിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെയും എഐയുടെയും കാലത്തിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് പത്രത്തിൻ്റെ കോപ്പി കൂട്ടാൻ പറ്റാത്ത സാഹചര്യം വന്നു. കാരണം ഇത് പമ്പ വരെ എത്തിക്കണമെങ്കിൽ ആദ്യം 10:15 അടിച്ചിരുന്നു, അല്ല 10:15 അടിച്ചിരുന്നു, അത് 10 9:30 പിന്നെ ഒറ്റ മെഷീനേ ഉള്ളൂ ഈ 3 ജില്ലയിൽ. അപ്പോൾ പമ്പ വരെ എത്തിക്കണമെങ്കിൽ അവിടെ പമ്പയിൽ 8 മണിക്കെങ്കിലും വിതരണം ചെയ്യണമെങ്കിൽ വടശ്ശേരിക്കരയൊക്കെ അടിക്കണമെങ്കിൽ അവസാനം ഇത് കോപ്പി കൂടിക്കഴിഞ്ഞാൽ പിന്നെ 8:30 9 അടിക്കണമെന്നുള്ള സ്ഥിതി വന്നു. ഈ പറയുന്ന ഇത്രയും കോപ്പി ഇവിടെ നിന്നുള്ള അത് പിന്നെ പത്രം പല അപ്ഡേറ്റഡ് ആവില്ല. അതുകൊണ്ട് അവസാനം കോപ്പി കൂട്ടാൻ പറ്റാത്ത സാഹചര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു നിവൃത്തിയില്ല, കോപ്പി കൂട്ടി അയക്കാൻ പറ്റില്ല. ആ ജേർണലിസത്തിൽ നിന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അത് ചെയ്ത യാതൊരു മാന്ത്രിക വിദ്യയുമില്ല. അതിശക്തമായിട്ടുള്ള ഫിയർലെസ് ജേർണലിസം നടത്തി. ഞങ്ങൾക്ക് ആരോടും ബാധ്യതയില്ല, ആര് തെറ്റ് ചെയ്താലും ഞങ്ങൾ എതിർക്കും. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും എതിർക്കും. അപ്പോൾ ഈ നാലപ്പാട് ഇത്രയും കോൺഗ്രസ് പശ്ചാത്തലം ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഗ്രഷൻ UDF ഗവൺമെൻറ്, കരുണാകരൻ്റെ ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ്. മറ്റേ MP ഗംഗാധരൻ്റെ കറപ്ഷനും അതുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ആ കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ പറയുന്ന അതിശക്തമായ ജേർണലിസം അദ്ദേഹം ഇത് ചെയ്യുന്നത്. കരുണാകരൻ അതിൽ വളരെ അസ്വസ്ഥനായിരുന്നു. കരുണാകരൻ തന്നെ അത് ഈ പറയുന്ന ഈ പശ്ചാത്തലമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന അസ്വസ്ഥത പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിരുന്നു, പത്രസമ്മേളനങ്ങൾ പറഞ്ഞിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മൂലം അതേസമയം മറ്റ് പാർട്ടികൾ CPM-നെയും അതുപോലുള്ള പാർട്ടികളെ എതിർക്കേണ്ട സമയത്ത് അതും അതിശക്തമായി തന്നെ എതിർക്കുന്ന നിലപാടാണ് അന്ന് ഉണ്ടായത്. അത് അധികം കാലം അങ്ങനെ നീണ്ടു നിന്നില്ല, നിലപാട് പോയി. പക്ഷേ ഇപ്പോഴും ആ ഫിലിമിൽ കാണുന്നത് പോലെ തന്നെ, ഫിലിമിൽ കാണുന്ന കുറേയൊക്കെ യാഥാർത്ഥ്യമാണ്, കുറച്ച് ഫിക്ഷൻ്റേതായ എലമെൻറ്റ്സ് കാണും. ഇനിയിപ്പോൾ അതിൻ്റെ ബേസിക് കാര്യം കാണിക്കുന്നത് ശരി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന പോയിന്റ്, മീറ്റിങ്ങുകൾ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം, നിങ്ങളുടെ സപ്പോർട്ട്, എഡിറ്ററുടെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ റിയലായ ഒരു വാർത്ത വന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ വ്യക്തിപരമായോ ഇവിടെ ഇതിനകത്തുനിന്നോ പുറത്തുനിന്നോ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് വരും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പത്രാധിപരെ വിളിക്കാം. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കും, ഞാനതിൻ്റെ സൊല്യൂഷൻ പറയാം. നിങ്ങൾ ഒരിക്കലും തീരുമാനമെടുത്ത് ഒരു വാർത്ത എടുത്ത് ഒതുക്കരുത്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വളരെ ജൂനിയേഴ്സാണ്. അപ്പോൾ ഈ അഗ്രസീവ് ഫിയർലെസ് സ്റ്റോറീസ് വരുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനത്തിന് എത്രയോ വിവരങ്ങൾ അറിയിക്കാനുണ്ട്. ജനം കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ലല്ലോ. അപ്പോൾ എവിടെ ഇപ്പോഴായാലും ശരി, നിങ്ങൾ ഇപ്പോഴും ഒരു പത്രം, വളരെ ഫിയർലെസ് ആയിട്ടുള്ള പത്രം വേണം, വില കൂട്ടി തന്നെ ഇറക്കിക്കോളൂ, പരസ്യത്തിൻ്റെ വലിയ ഡിപ്പെൻഡൻസ് വേണ്ട, വളരെ ഫിയർലെസ് ജേർണലിസം നിങ്ങൾ ചെയ്യും, മുഖം നോക്കുക ചെയ്യും എന്ന് പറഞ്ഞ് ഒരു നിലപാടെടുത്തൊരു പത്രം ഇപ്പോൾ ഇറങ്ങിയാലും ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ വാട്ട്സ് അഗൻസ്റ്റ് നൗ അത് കോപ്പി ജനം അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രയും വർഷത്തെ പത്രപ്രവർത്തന അനുഭവം വെച്ച് പറയുക, പഴയ അനുഭവത്തിൽ അത് വാങ്ങിക്കാൻ ആളുണ്ടോ, അത് വില കൊടുത്ത് വേണമെങ്കിലും വാങ്ങിക്കും, കൂടിയ വില കൊടുത്ത് വേണമെങ്കിലും വാങ്ങിക്കും. കാരണം ജനത്തിനത് വായിക്കണം. ഒന്നാമത് ഇത്രയും ഈ ഒരുപാട് തെറ്റായ വാർത്തകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഫിയർലെസ് ആയിട്ടുള്ള സത്യസന്ധമായ വാർത്തയാണ് അറിയുന്നത്. അപ്പോൾ അത് പുള്ളി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ വന്നതുപോലെ ഈ പറയുന്ന ഇതിൽ ഏതറ്റം വരെയും പോകാമെന്ന് അദ്ദേഹം പറയുകയും അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും കോപ്പി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ എഡിറ്റർ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ്, ഒരു സ്റ്റോറി അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു പഞ്ചുണ്ട്, ഒരു പവർ, അതിലേക്ക് എഡിറ്റർ തന്നെ വിളിക്കും. അയ്യോ ആ സ്റ്റോറി കുറച്ചും കൂടെ ശക്തമാക്കണമല്ലോ, കുറച്ചും കൂടെ അതിൽ വർക്ക് ചെയ്യണം, അപ്പോൾ അത് വർക്ക് ചെയ്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും, നാളെ കൊടുത്താലും മതി, ഇന്ന് ധൃതി പിടിച്ച് വേണ്ട, അതിന് കുറച്ചും കൂടെ പവർ വേണം. ഇപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു കാലം ശരിക്കും നമുക്ക് ആലോചിക്കാൻ പോലും പോയി. എഡിറ്റർ തന്നെ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ സ്റ്റോറിയുടെ പവർ കൂട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു കാലമായിരുന്നു അത്. ആ കാലം അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: പത്രസമ്മേളനങ്ങൾ, സംഭവങ്ങൾ, റൂട്ടീൻ സ്റ്റഫ്, ഇത് നിങ്ങളുടെ ജോലിയുടെ ഭാഗം, ഒരു
ക്ലറിക്കൽ വർക്ക് പോലെ അല്ലെങ്കിൽ അതുപോലുള്ളൊരു സ്വാഭാവികമായൊരു ജോലി പോലെ കണ്ടാൽ നമ്മൾ സ്വാഭാവികമായ റുട്ടീൻ ജോലി ചെയ്യില്ല, വീട്ടിലെ ജോലി ചെയ്യുന്ന പോലെ. നിങ്ങൾ ഏത് സമയവും മനസ്സിൽ വേണ്ടിയത് അതിനപ്പുറമാണ്, ബിയോണ്ട്. അതാണ് ന്യൂസ്. അപ്പോൾ ന്യൂസിൻ്റെ തന്നെ അതിപ്രശസ്തമായിട്ടുള്ള ഡെഫിനിഷൻ ഓർമ്മ വരും. ക്ലാസ്സിലൊക്കെ പറയുന്ന ന്യൂസ് ഈസ് സംതിങ് ദാറ്റ് സംബഡി വാണ്ട്സ് സപ്രസ്ഡ്, ഓൾ ദ റെസ്റ്റ് ഈസ് അഡ്വർടൈസിങ്. എക്സാജറേറ്റഡ് ആയിട്ട് തോന്നും, ഓൾ ദ റെസ്റ്റ് ഈസ് അഡ്വർടൈസിങ് ആണോ? പക്ഷേ ഈ തിയറി അനുസരിച്ച് അത് തന്നെയാണ്. റിയൽ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ പറയുന്നത് പോലെ അത് സപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് അതിനനുസരിച്ച്, ഞാനൊന്ന് അതിലേക്ക് വരാൻ, ജോലി തുടങ്ങി കൊച്ചിയിലാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്കും നാലപ്പാട് ട്രിവാൻഡ്രം എഡിറ്റർ സ്ഥാനത്ത് നിന്ന് പോയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം എഡിറ്ററായിരിക്കുമ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എഡിറ്ററായിരിക്കും. തിരുവനന്തപുരം അദ്ദേഹത്തിന് ബേസ് ആയതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജി ശേഖരൻ നായർ പോലുള്ള വളരെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ചെയ്യാൻ കഴിവുള്ള ആ റിപ്പോർട്ടറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ പരമ്പരകൾ അദ്ദേഹത്തിന് ചെയ്യാനും കഴിഞ്ഞു. അങ്ങനെ കസ്റ്റംസിനെതിരെയുള്ള ശേഖരൻ നായർ എഴുതിയൊരു പരമ്പര, PSCയുടെ ക്രമക്കേടുകൾ മുഴുകി എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള, അതിനെ തുടർന്നെല്ലാം ഡിസിഷൻ ഉണ്ടായി. അന്ന് അതുവരെ PSCക്ക് എത്രയോ അൺലിമിറ്റഡ് വലിയ മാർക്കായിരുന്നു, 100 മാർക്കായിരുന്നു ഇൻ്റർവ്യൂ. ആ മാർക്കിന് ഈ പരമ്പരകളുടെ അടിസ്ഥാനത്തിലുണ്ടായ, നമ്മളെ PSC എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് പേരുടെ അഭയസ്ഥാനമാണ്. അതിനും ഇപ്പോൾ പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, അത് പോട്ടെ, വേറെ കാര്യമാണ്. അപ്പോൾ ഈ അഭയസ്ഥാനമായ PSCയിൽ ഇൻ്റർവ്യൂ ബോർഡിന് 100 മാർക്ക് കൊടുത്താലുള്ള സ്ഥിതി അറിയാമല്ലോ, ഏത് ഇതിനെയും തകർത്ത് കളയാൻ പറ്റും. ഈ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ വലിയൊരു തീരുമാനം വന്നു, ഇൻ്റർവ്യൂവിന് 20 മാർക്കേ ഉള്ളൂ. അപ്പോൾ ആ 20 മാർക്ക് തന്നെ, ആ മാർക്ക് 15-നും 19-നും ഇടയ്ക്ക് ഇടാൻ പറ്റും. ഒന്നീ 15, 16, 17, 18 അല്ലെങ്കിൽ 19. 18 19 ഇടുകയാണെങ്കിൽ കാരണം എഴുതണം, എക്സ്ട്രീംലി എക്സൽ, ആ റെക്കോർഡിൽ കാണിക്കണം. കോർട്ടിൽ പോയാൽ പോലെ. അപ്പോൾ കോർട്ട് തന്നെ ചോദിക്കാത്ത അത്ര വലിയ എക്സലൻസ് എന്തായിരുന്നു, ആലോചിച്ച് നോക്കി. ഈ അഗ്രഷനെ വെറുതെ ആകാശത്ത് പോയതല്ല, ഈ അഗ്രഷൻ മൂലം റിസൾട്ട്സ് ഉണ്ടായി. എത്ര കുട്ടികൾക്ക് ഒരുപക്ഷെ ഇൻ്റർവ്യൂവിൽ ഈ 20 മാർക്കായിട്ട് ലിമിറ്റ് ചെയ്തപ്പോൾ എത്രയോ നമ്മുടെ പിള്ളേർക്ക് ഈ സർവീസിൽ ജോലി കിട്ടി കാണും. അപ്പോൾ ഇതുകൊണ്ട് ഈ സർക്കുലേഷൻ കൂടുകയും ഒരു ബഹളം ഉണ്ടാവുകയും മാത്രമല്ല, പലരും പറഞ്ഞിരുന്നത് സെൻസേഷണലിസമാണ്. സെൻസേഷണലിസം അല്ല, ഇതുപോലെ റിസൾട്ട്സും ഉണ്ടായി. ഈ സെൻസേഷണലിസം എന്നൊക്കെ പറയുന്ന ആരാണ്? സംബഡി വാണ്ട്സ് സപ്രസ്ഡ്. ആ സപ്രസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്കാണ് ഈ ജേർണലിസം ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അതിനകത്ത് പോരായ്മകൾ വരാം. നമ്മൾ ഇങ്ങനത്തെ ഒരു ഓൾ ഔട്ട് എഫർട്ട് നടത്തുമ്പോൾ വാറ് പോലെയാണ്. യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പല യുദ്ധങ്ങളിലും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവാം. കുട്ടികളെയോ ആരാധനാലയങ്ങളെയൊന്നും ആരും ടാർഗറ്റ് ചെയ്തിട്ടല്ലല്ലോ ബോംബിങ് നടത്തുന്നു. അങ്ങനെ നടത്തുന്നവരും ഉണ്ടായേക്കാം. പക്ഷേ പഴയകാല രീതി അനുസരിച്ച് അങ്ങനെയല്ല, അതുമൊക്കെ സംഭവിച്ചു പോകും. അതുപോലെ അവിടെ ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടായെങ്കിൽ പോലും ഇതുപോലെയുള്ള വലിയ ബെനിഫിറ്റ്സും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം ബെനിഫിറ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതാണ്, അദ്ദേഹത്തിന് എപ്പോഴും ഈ സ്പെഷ്യൽ സ്റ്റോറീസാണ് ആ കാലഘട്ടത്തിൽ വേണ്ടിയത്. അപ്പോൾ നമ്മളെല്ലാവരും, ഞങ്ങളൊക്കെ ഞാൻ അതിലേക്ക് വന്നില്ലല്ലോ, കൊച്ചിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കൊച്ചിയിൽ തന്നെ മാതൃഭൂമിയിൽ തന്നെ തുടർന്നാൽ മതിയെന്ന് തീരുമാനിച്ചു. മനോരമയിലേക്ക് പോയതുമില്ല. അപ്പോൾ ആ ബാച്ചിൽ 10, 15, 16 പേരുണ്ടായിരുന്നു. ഞങ്ങളവിടെ 3-4 പേരാണ് കൊച്ചിയിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ ഗുരുസ്ഥാനത്തുണ്ടായിരുന്ന വിജയശങ്കർ എന്ന് പറയുന്ന ഒരു ന്യൂസ് എഡിറ്ററായിരുന്നു. അദ്ദേഹം വളരെ നല്ല, പുറത്തങ്ങനെ അധികം അറിയപ്പെടുന്ന ആളല്ല, മാതൃഭൂമിയിൽ അറിയാം. അപ്പോൾ അത് എല്ലാം കൂടെ ചേരുന്നതാണല്ലോ ജേർണലിസം. അദ്ദേഹമാണ് ഒരു ഡിസിപ്ലിൻ എലമെൻറ്റ് കൊണ്ടുവന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ്റെ പ്രത്യേകത, നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയും, നമ്മൾ കുറച്ച് അലസമായിട്ടിരിക്കാനും കുറച്ച് ആക്റ്റീവ് അല്ലാതാകാനും ഒരു വളരെ ചിട്ട പോലത്തെ ഉള്ള ജീവിതത്തിൽ നിന്ന് മകന്നു പോകാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു അല്പം ക്രിയേറ്റീവ് റൈറ്റിംഗ് കേപ്പബിലിറ്റീസ് ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചില പ്രോബ്ലംസാണ്. അതിനെല്ലാം വളരെയധികം കറക്റ്റ് ചെയ്ത് വലിയ ഡിസിപ്ലിനിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ പഠിപ്പിച്ച, പിന്നീട് ഞങ്ങൾക്ക് പലർക്കും പ്രാവർത്തികമാക്കാനും പറ്റി. സമയമായാലും സമയത്തിന് കൊടുക്കുക, സമയക്ലിപ്തത, റിപ്പോർട്ടേഴ്സ് എത്ര ഇതായാലും ശരി അപ്പം തന്നെ കിട്ടണം, ഡെഡ് ലൈനൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. രാവിലത്തെ സ്റ്റോറി രാവിലെ ഫയൽ ചെയ്യുന്നാൽ രാവിലെ തന്നെ ഫയൽ ചെയ്യും. അല്ല, രാവിലത്തെ സ്റ്റോറി 7 മണിക്ക് കൊണ്ട് ഡെസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പബ്ലിഷ് ചെയ്യില്ല. അപ്പോൾ പിറ്റേ ദിവസം വലിയ ഇഷ്യൂ, അത് മിസ് ചെയ്യും. പിന്നെ ആരും ചെയ്യില്ല, രാവിലത്തെ സ്റ്റോറി ആരും 7 മണിക്ക് കൊണ്ടുപോകില്ല. ആ രീതിയിലുള്ള ഡിസിപ്ലിൻ നമ്മളെയൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നീട് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന, ഞാൻ ചെന്ന് അടുത്തിരിക്കുന്നത് തന്നെ KS ജോസഫ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന
വളരെ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകൻ എൻ ബാലകൃഷ്ണൻ, അവർ രണ്ടുപേരുടെ അടുത്താണ്. അവർ രണ്ടുപേരുമാണ് ശരിക്കും അന്ന് ചീഫ് സബ് എഡിറ്റേഴ്സാണ്. എല്ലാ രീതിയിലും അവരെ അന്ന് ഗുരുസ്ഥാനത്തുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിലും. ഇപ്പോഴും അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു പേര് NN സത്യവ്രതൻ എന്ന് പറയും. സത്യൻ സാറെന്നും സത്യേട്ടൻ എന്നും പറയുന്ന ആളാണ്. അദ്ദേഹം അന്നത്തെ പ്രസ് അക്കാഡമി, ഇപ്പോഴത്തെ മീഡിയ അക്കാദമിയുടെ കോഴ്സ് ഡയറക്ടറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ജേർണലിസം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ പോലും നമുക്കൊക്കെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഇതുമൊക്കെ പഠിച്ചതിൻ്റെ ചെറിയ ഒരു ഉള്ളിൽ അല്പം ഒരു മസിൽ പിടുത്തം അറിയാതെ കാണും. അപ്പോൾ അത് മുഴുക്കുകയും ഷാറ്റർ ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളെ റിയാലിറ്റീസിലേക്ക് എടുത്തിട്ടത് സത്യൻ സാറാണ്. അതല്ല ഇവിടെ നിങ്ങൾ നീന്തിയേ പറ്റൂ, അതൊക്കെ നീന്തലിൻ്റെ ഡോക്ടറേറ്റ് വേണേൽ എടുക്കാം, പക്ഷേ യഥാർത്ഥം നീന്താൻ അറിഞ്ഞുകൂടെങ്കിൽ പറ്റില്ല, നീന്താൻ ഇനി തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചു തരികയും. അപ്പോൾ അതിലൊരു ഭാഗ്യം കിട്ടിയത് നാലപ്പാട് കൊച്ചി ബേസ് ചെയ്തുകൊണ്ട് ന്യൂസ് എഡിറ്റർ കോർഡിനേഷൻ എന്ന് പറയുന്നൊരു തസ്തിക ഉണ്ടാക്കി. കോർഡിനേഷൻ ആൻഡ് പ്ലാനിങ്. അതിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ട്രെയിനിയും വേണം. സാറാണ് ചെയ്യുന്നത്, സത്യൻ സാറ്, നമ്മുടെ സത്യേട്ടൻ എന്നാണ് വിളിക്കുന്നത്. സത്യേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഒരാളും വേണം. അപ്പോൾ അതിൽ ആദ്യം ഒരു 3 മാസവും 6 മാസവും പിന്നീട് ഒരു 9 മാസത്തോളം എൻ്റെ ട്രെയിനിങ് പീരീഡിൽ സത്യേട്ടനെ അസിസ്റ്റ് ചെയ്യുന്ന ഈ കോർഡിനേഷൻ ഡെസ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റി. അതെൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിങ്ങിലും ഡെസ്കിലും ഒക്കെ ഓരോരുത്തർക്കും ഓരോ കോർ കോമ്പിറ്റൻസ് കാണും. ഇപ്പോൾ ശേഖരൻ നായർ എന്ന് പറയുന്ന ജേർണലിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്തൊരാളായിരുന്നു, എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് അതിശക്തമായ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ചെയ്യാനും പവറുള്ള സ്റ്റോറീസ് കൊടുക്കാനുള്ള ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതേസമയം അതേപോലെ തന്നെ കവിതയെക്കാളും അല്ലെങ്കിൽ കഥയെക്കാളും സുന്ദരമായ ഫീച്ചർ എഴുതാൻ കഴിവുള്ളവർ കാണും. നമ്മൾ പല വീക്കെൻഡ് ഫീച്ചറൈസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു അയ്യോ നല്ലൊരു കഥ പോലും തോറ്റുപോകുമല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ എഴുതുന്നവർ. അത് എഴുത്തിൻ്റെ പ്രത്യേകത ഉള്ളവർ. എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും എല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യം ന്യൂസ് പ്ലാനിങ് ആൻഡ് ജനറേഷൻ ആൻഡ് കോർഡിനേഷൻ. അതിൻ്റെ ശരിക്കും ബാലപാഠങ്ങൾ മുഴുക്കി ഞാൻ സ്വയം ആർജിച്ചതല്ല, അതിൻ്റെ ഗുരുനാഥൻ സത്യേട്ടനാണ്. അപ്പോൾ സത്യേട്ടനിലൂടെയാണ് ഇത് എങ്ങനെയെന്ന് പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോഴത്തേ അന്ന് MD നാലപ്പാട് എഡിറ്ററുമാണ്, അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ആളുമാണ് സത്യേട്ടൻ. അങ്ങനെ ആ കോർഡിനേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും MD നാലപ്പാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 2 ദിവസം 3-4 ദിവസം, പ്രത്യേകിച്ചും ട്രെയിനീസിൻ്റെയൊക്കെ, നമ്മളൊക്കെ ട്രെയിനീസാണ്. ഞാൻ ജോയിൻ ചെയ്യുന്നത് 85 ഒക്ടോബറിലാണ് മാതൃഭൂമിയിൽ. 85 ആ കോഴ്സ് 2 മാസത്തിന് മുമ്പ് തന്നെ കോഴ്സ് കഴിഞ്ഞു. റിസൾട്ട് വന്നിരുന്നില്ല. 85 ഒക്ടോബറിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് എഡിറ്റർ വിളിക്കും. ഐ എം ജസ്റ്റ് റൊട്ടീൻ സ്റ്റഫ് മാത്രമേ ഉള്ളോ, ഒന്നുമില്ലേ? അപ്പോൾ ഏത് സമയവും നമുക്ക് ഈ സ്റ്റോറീസ് വേണം എന്നുള്ള, ഈ പറയുന്ന അഗ്രസീവ് സ്റ്റോറീസ്, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ഒക്കെ വേണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൽ മാത്രമേ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവും, ഒരു വിട്ടുവീഴ്ചയില്ല അതിൽ. അപ്പോൾ അതിൽ പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്റ്റോറി, ഈ പറയുന്ന പോലെ അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസാണ് നമ്മൾ ഇപ്പോഴുള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറീസ് അന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അന്ന് ആ 85 തന്നെയാണ് ഈ പറയുന്ന ഒക്ടോബറിന് ഒരു 3-4 മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അതിപ്രശസ്തയായ പത്രപ്രവർത്തക ലീല മേനോൻ ഒരു വലിയ സ്റ്റോറി കൊണ്ടുവന്നു, വലിയ വിവാദം സൃഷ്ടിച്ചു. അത് കേരളത്തിൽ നിന്ന് കന്യാസ്ത്രീമാരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറ്റലിയിലേക്കും ഒക്കെ കൊണ്ടുപോയിട്ട് അവരവിടുത്തെ വളരെ ചെറിയ മീനസ്റ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നു. കന്യാസ്ത്രീകളല്ല, ഇവിടെ നിന്ന് കന്യാസ്ത്രീ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അത് തിരുവല്ല ബേസ് ചെയ്ത ഒരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹങ്ങളുടെ ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വന്നിരുന്നു, തിരുവല്ല എന്നാണ്. ആ വാർത്ത വലിയ ഇഷ്യൂ ഉണ്ടായി, സഭയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായി സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് സഭയുടെ ആരോ ഒരാൾ ചെയ്തതിൻ്റെ മുഴുക്കയും ഇത് വയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊരു വലിയൊരു വാർത്തയായി ഇന്ത്യൻ എക്സ്പ്രസ് കൊണ്ടുപോയി. ഒരു വലിയ ഇഷ്യൂ തന്നെ ആയിരുന്നു, ഒരുപാട് പേരങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, എഡിറ്ററുടെ കോൾ എപ്പോഴാണ് വരുന്നറിയാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഒരു വിവരം കിട്ടി, കൊച്ചിയിൽ നിന്ന് നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ആ വിവരം തരുന്നത് തന്നെ, പേര് പറയുന്നത് ശരിയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അന്നത്തെ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വിളിച്ച്, അന്ന് പത്രങ്ങളുടെ സ്ഥാനമാണ്, പത്രങ്ങളുടെയാണ് ആദ്യം വിളിക്കുന്നത്, ഇപ്പോൾ അത് ചാനലുകളെ
ഒക്കെ ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബറെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാനായാലും നിസ്സഹായനാണ്. കാരണം വിസയിലും ഒക്കെ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത് പത്രത്തിൽ വരികയാണെങ്കിൽ തടയാൻ പറ്റും, അല്ല തടയാൻ ഒരു മാർഗ്ഗമില്ല. ഇത്രാം തീയതി അവർ കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് ഇമിഗ്രേഷൻ ഓഫീസിൽ വരും. അങ്ങനെ ഞാൻ കെ മധുസൂദൻ എന്ന് പറയുന്ന അന്നത്തെ ചീഫ് റിപ്പോർട്ടർ, നീ വരുന്നോ, നമുക്കൊരു ഓപ്പറേഷൻ നടത്താം, എഡിറ്റർക്ക് ഒരു സ്റ്റോറി കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്നു. ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ അവിടെ അങ്ങേര് തന്നെ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ അതിലെ അവർ അച്ഛൻ മാത്രം മുകളിലേക്ക് വരും, ബാക്കിയുള്ളവർ അതിനകത്തിരിക്കും, സ്ത്രീകൾ. അപ്പം ചെന്ന് ചോദിച്ച് കൺഫേം ചെയ്യും. അങ്ങനെ ഞങ്ങൾ പത്രപ്രവർത്തകരെന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ, ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ചില ആൾക്കാരാണ്. ഒരു വിവരം കൺഫേം ചെയ്യാൻ വന്നാണ്, സത്യം പറയണം, സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, സത്യം പറഞ്ഞാൽ മതി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ശരിയാണ് സാറേ, ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ വിസയിൽ പറയുന്ന പോലെ ഇത് തന്നെയാണ്. അതൊന്നുമല്ല, അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ജോലികൾ തരത്തേ ഉള്ളൂ, അത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലറിയാം. ഇന്ന് വീട്ടിൽ വിളിച്ചു, ഉടനെ തന്നെ നമ്മളത് കൺഫേം ചെയ്തു. വീട്ടിൽ വിളിച്ച് മറ്റേ പത്തനംതിട്ടയ്ക്ക് അടുത്തൊക്കെയാണ് വീടുകൾ, അവിടുത്തെ വീടുകളിൽ നിന്ന് കൺഫേം ചെയ്തപ്പോൾ അവരും കൺഫേം ചെയ്തു. ഇത് വലിയ വാർത്തയായിട്ട് വന്നു. നല്ലപാട് അത് ആഘോഷിച്ചു. ടോപ്പ് ബ്രേക്കപ്പ്, ഓൺ എഡിഷൻ. വീണ്ടും ഇന്ത്യൻ എക്സ്പ്രസ് വന്നതിനേക്കാളും വലിയ വിവാദം അതിൻ്റെ ശരിക്കും ഒരു ബാക്കിയാണ് ഇതിൽ വന്നത്. ഇത് മലയാള പത്രത്തിൽ വന്നില്ലേ, മലയാളത്തിൽ കേരളം മുഴുക്കി ഇത് പോവുകയാണല്ലോ. അപ്പോൾ സാധാരണ വായനക്കാരുടെ ഇടയിൽ വലിയ ഇഷ്യൂ ആയി, വലിയ പ്രശ്നമായി ഇങ്ങനെ കാര്യങ്ങൾ. അവസാനം അതെങ്ങനെയൊക്കെ, പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നിലപാടെടുത്താൽ പുള്ളി എപ്പോഴും ചോദിക്കുന്ന ഇതാണ്, സത്യമല്ലേ എല്ലാവരോടും? സത്യമാണെങ്കിൽ പിന്നെ എന്താ, ഇത് സത്യമാണെങ്കിൽ ഞങ്ങൾ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ സത്യത്തിനെ ഭയക്കേണ്ട കാര്യമില്ല, സത്യമല്ലേ, ട്രൂത്തല്ലേ എന്ന്. അതും ട്രൂത്ത് തന്നെയാണ്, അവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കുമ്പോൾ പിന്നെയും ഗ്യാപ്പ് വരുമ്പോഴും അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല, വീണ്ടും സ്റ്റോറീസ് വേണം. അങ്ങനെ ഒരു വിവരം കിട്ടി. അതും ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ, വേറെ സ്റ്റോറിയായിട്ടേ കണക്കാക്കുന്നില്ല. നിങ്ങൾക്ക് അതിസുന്ദരമായ കൾച്ചറൽ സ്റ്റോറീസോ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസോ അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ സൈഡിൽ ഒരു എംബലിഷ്മെൻ്റ് പോലെ കിടന്നാൽ മതി. റിയൽ സംഭവം ഇതാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇടമലയാർ ഡാമിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അതിൽ വലിയ ജസ്റ്റിസ് സുകുമാരൻ കമ്മീഷനെ വയ്ക്കുകയും ഇടമലയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണിയുമായിട്ടും പണിയുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോർച്ച ഉണ്ടാകാൻ പാടില്ല ഡാമിൽ, കാരണം അത് ഉപയോഗിച്ചിരിക്കുന്ന സിമൻറ്റ് ഉൾപ്പെടെ മോശം. പിന്നെയും അതിൻ്റെ എന്തോ ഒരു ബലപ്പെടുത്തുന്ന അടുത്ത സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് പാവപ്പെട്ട നാട്ടുകാരോ വിളിച്ച് നമ്മളിത് പറഞ്ഞു, സാറേ ഇത് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോവും, അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം. ഇവന്മാർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഇടമലയാറിലേക്കുള്ള ലോഡ് സിമൻറ്റ് ഒക്കൽ എന്നൊരു സ്ഥലമുണ്ട് കാലടിക്കടുത്ത്, ആ കാലടിക്കടുത്തുള്ള ഒക്കൽ എന്നാണ് എൻ്റെ ഓർമ്മ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു ഗ്രാമം, ഒരു കുഗ്രാമം പോലെ സ്ഥലം, അവിടെ ഇത് കൊണ്ടുവന്നിട്ട് ഈ സാധനം ഒരു ലോഡിൽ നിന്ന് പകുതി ഓരോ ചാക്കിൽ നിന്ന് സിമൻറ്റ് ഇറക്കും, അതിൽ വേറെ മറ്റേ പൊടിയ എന്തൊക്കെ കയറ്റും. അവിടെ ഇത് അറിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ചെക്ക് ചെയ്യാൻ ആരുമില്ല, കോൺട്രാക്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ലോഡ് വരും, ഒരു ലോറി നേരത്തെ ഇവിടെ 2 ലോറിയായിട്ട് പോകും. ആലോചിച്ച് നോക്കി, നമ്മുടെ ഡാമിൻ്റെ ഇതാണ്. അപ്പോൾ ചീഫ് റിപ്പോർട്ട് പറഞ്ഞു, അങ്ങനെ ധൈര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു, നമുക്ക് കല്യാണം കഴിച്ചിട്ടില്ല, കൊച്ചു പിള്ളേരല്ലേ. കൂടെ വരുന്ന ഫോട്ടോഗ്രാഫറുണ്ട്, പൗലോസേട്ടൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ എനിക്കിതുപോലെ ധൈര്യമില്ല. പൗലോസേട്ടൻ പ്രായമുള്ള ആളാണ്, ഞാനത് കണക്കാക്കി നിൽക്കൂ, എന്തായാലും നിനക്ക് ഏറ്റമല്ലേ അയാളോട്, അപ്പോൾ എന്തായാലും പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വൈകുന്നേരം. അപ്പോൾ അവർ പറഞ്ഞ് അവരില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും ഒരു 1-1.5 മണിക്കൊന്നും ഒരിക്കലും വരില്ല. ഒന്നുകിൽ രാവിലെ വന്നിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരും. 1-1.5 മണിക്കൊന്നും വരില്ല. ആ സമയം കണക്കാക്കി, പത്രത്തിൻ്റെ ബോർഡും ഒന്നുമില്ല, ഒരു സാധാരണ കാറ്, ഒരു പഴയ ഒരു ടാക്സി കാറ്, അതിൽ പോയി, പ്രൈവറ്റ് കാറ് പോലെ, പ്രൈവറ്റ് കാറാണ് എടുത്തത്. ഇവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് പക്ഷെ അവരുടെ 1-2 പേരവിടെ ഉണ്ടായിരുന്നു, ഇത് കൊണ്ടുപോകും അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഇതെല്ലാം സംശയത്തോടെ നോക്കി. അവർ അവിടെ ഇരിക്കുകയാണ്. അവർ നമ്മുടെ കാറിനെ ഫോളോ ചെയ്ത് നടന്നു വരാൻ തുടങ്ങിയപ്പോൾ പൗലോസേട്ടൻ പറഞ്ഞു, ഇത് വളരെ അപകടം പിടിച്ച സ്ഥിതിയാണ്, ഇവിടെ ഇട്ട് നമ്മളെ കൊന്നുകളഞ്ഞാൽ പോലും അറിയില്ല. അങ്ങനെ നമ്മൾ 2 പേരും കൂടി പൗലോസേട്ടൻ പറഞ്ഞു, ആ വീട് കണ്ടിട്ട് കുഴപ്പമില്ല, ഒരു സാധാരണ വീടാണെന്ന് പറഞ്ഞു. നമ്മൾ കോളിംഗ് ബെല്ലൊന്നുമില്ല, മുട്ടി അകത്തേക്ക് കയറി.
കയറിയപ്പോൾ അവർ ബാത്റൂമിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മറ്റേ സിമെൻറ്റിൻ്റെ വല്ലതും എടുക്കാൻ വന്നാണോ? എൻ്റെ കുഞ്ഞെ സാറേ, അവർ കൊന്നുകളയും. ഇവിടെ 3-4 വീട് മുഴുക്കി അവരെല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. അതൊരു പോറ്റിയുടെ വീടാണ്, അമ്പലത്തിലെ പൂജാരി. അപ്പോൾ ഇതിനകത്തിരുന്നാൽ മതി, അവരെല്ലാം പോയാൽ മതി എന്ന് പറഞ്ഞ് അവർ ഇവിടെയൊക്കെ അന്വേഷിച്ച് ഇത് വീട്ടിൽ കയറി. ഇവർ വീട്ടിൽ ആര് വന്നു എന്ന് ചോദിക്കാൻ എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ മനസ്സിലാക്കിയാൽ നമ്മൾ ഗസ്റ്റായിട്ട് വന്നതാണെന്നാണ്. അങ്ങനെ അതിനു വേണ്ടി അവർ നമുക്ക് ഗസ്റ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഭക്ഷണമൊക്കെ എടുത്ത് തരിക. അങ്ങനെ അവിടെ ഇരുന്ന്, പക്ഷേ ഇത് കൺഫേം ചെയ്യണം, ഇത് കംപ്ലീറ്റ്. അതിനുശേഷം ഇവർ പോയി ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുള്ളി കൺഫേം ചെയ്തു. രാത്രിയാണ് വരുന്നത്. രാത്രി വരും, മിക്സ് ചെയ്യും, ലോഡ് പോവും. ഇയാൾ ആരോടോ ഈ മനുഷ്യൻ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ചിലപ്പോൾ എൻ്റെ ഫാമിലി ഒരു കുന്നുകളയും. കാരണം ഇത്രയും വരുമാനമുള്ളതല്ലേ, ഒരു ലോഡിൽ 2 ലോഡാവുകയില്ലേ. പുറത്ത് നമ്മൾ ഒക്കല് തന്നെ സാധാരണ അങ്ങേര് പറഞ്ഞ് ഈ 2 കടക്കാരടുത്തും കൂടെ ചോദിച്ചാൽ കൺഫേം ചെയ്യും. ആ കടക്കാരിൽ നിന്ന് കുറേ കൂടി ഡീറ്റെയിൽസ് കിട്ടി. അത് കംപ്ലീറ്റ് വലിയ ഗുണ്ടകളാണ്. അപ്പോൾ വിവരം കിട്ടി. എത്തി, ആലപ്പുഴ വിളിച്ചു. ടോപ്പ് ബ്രേക്ക് ഭയങ്കര വാർത്തയായിട്ട് വന്നു. അത് വലിയ ഇഷ്യൂ ആയി. അതിനുശേഷം ഓരോരുത്തരെയായിട്ടും ഭീഷണിയായിരുന്നു. കൊച്ചി ബ്യൂറോയിലുള്ള എല്ലാവരും ഓരോ ആളിൻ്റെ പേര് പറഞ്ഞ്, അന്ന് MP സുരേന്ദ്രനുണ്ട്, G ഷഹീദുണ്ട്, അവരൊക്കെ നമ്മുടെ ബ്യൂറോയിലുണ്ട്. ഇവർ ഓരോരുത്തരുടെയും കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു രീതിയിലൂടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അത് പിന്നെ അതങ്ങനെ അങ്ങ് പോയി. കാരണം അവിടെയും പുള്ളി പറയുന്നില്ല, അത് ട്രൂത്താണ്, സത്യമാണല്ലോ, കള്ളമൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള അഗ്രഷനാണ്. അതേപോലെ തന്നെ വേറെ. അപ്പം നമ്മളിത് എവിടെ പോയാലും, ഇപ്പോൾ വീട്ടിൽ ലീവിൽ വന്നാലും ഇനി അടുത്ത ആഴ്ചത്തെ സ്റ്റോറി എന്തായിരിക്കും, അവിടെ ചെന്ന ഉടനുള്ള സ്റ്റോറി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജേർണലിസം കാലമാണ്. ഇപ്പം അങ്ങനെ ആരും ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ചെന്ന്, ഞാൻ മുട്ടടയാണ് നമ്മുടെ കുടുംബ വീട്. അവിടെ ഒരു എഴുന്നള്ളത്ത് വരിക, ചിറ്റല്ലൂർ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞു വരുന്നത് ശരിക്കും ജേർണലിസം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അറിയാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളും കൂടി ഇതിൽ പറയാം. ഒരു ജേർണലിസ്റ്റ് ആവേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വേണ്ടിയ ഒരു ബേസിക് ക്വാളിറ്റി, ഒരുപാട് ജേർണലിസം ക്ലാസ്സുകളിൽ പഠിപ്പിക്കും, ഈ മസിൽ പിടുത്താൻ പാടില്ല. ഡൗൺ ടു എർത്ത് ആയിരിക്കും. മസിൽ പിടിച്ചാൽ പോയി, നിങ്ങൾ വെറൊരു ഉദ്യോഗസ്ഥനായിരിക്കും. 10-37 വർഷം നിങ്ങൾ പത്രപ്രവർത്തക ഉദ്യോഗസ്ഥനായിട്ടായിരിക്കും ജോലി. വലിയ ഷർട്ടൊക്കെ ഇട്ട് തേച്ച് ഇങ്ങനെ വരും, ഇരിക്കും, യാന്ത്രികമായിട്ടൊന്ന് ചിരിക്കും, ഇങ്ങനെ ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന ഹായ് എന്നൊക്കെ പറയും, പോകും. നിങ്ങൾ എപ്പോൾ ഡൗൺ ടു എർത്ത് ആവുന്നോ, നിങ്ങൾ ഏത് നല്ല പത്രപ്രവർത്തകൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് പോകും. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കിയാണ്, എന്താണ് രാജ്ദീപ് സർദേശായി, അയാളിപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഫ്രീലാൻസിങ് ആണ് കൂടുതലും ചെയ്യുന്നത്. അത് ഇന്നലെ പഹൽഗാമിലെത്തിയിരിക്കും. അപ്പോൾ അവിടെ പോയിരിക്കുക, എന്നാൽ പുള്ളിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും സീനിയർ പ്രായമായ ഒരു ജേർണലിസ്റ്റാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും ഭാഗമല്ല, പോകാതിരിക്കാമല്ലോ. പുള്ളി അവിടെ നിന്ന് പോയി അസാൽ സ്റ്റോറീസ് ഫയൽ ചെയ്തിരിക്കുക. അങ്ങേർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് യൂട്യൂബ് ചാനലുണ്ട്. പുള്ളി അപ്പോൾ പോയിരിക്കുക. അതാണ് ജേർണലിസം എന്ന് പറയും. അപ്പോൾ ആ ഫയറാണ് വേണ്ടിയത്. അപ്പോൾ അവിടെ ഞാൻ ഇത് വരാൻ മറ്റേ എഴുന്നള്ളത്തെപ്പോഴും അങ്ങനെയാണല്ലോ, ഇപ്പോൾ വരും അപ്പോൾ വരുമെന്ന് പറഞ്ഞു 1.5 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരാളിനെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളുടെ പേര് എനിക്ക് പറയാൻ, ശ്രീകണ്ഠൻ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് കാണും, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, മാതൃഭൂമിയിലാണോ? എനിക്ക് ശരിക്കും രാജിവെക്കണമെന്ന് പോലും ഉണ്ട്, അത്രയ്ക്ക് നാണക്കേടാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുകളിലൊരു ഡയറക്ടറും അയാളെ കൂടി നിന്നുള്ള ഒരു വൃന്ദവും കൂടി ഇതിനെ കംപ്ലീറ്റ് തുലക്കിയാണ്. 500 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ അവന്മാർ കൈക്കൂലി വാങ്ങിക്കും, അടിച്ചുകൊണ്ട് പോകും. ഈ അതിനകത്ത് ഒരുപാട് വരുമല്ലോ, അനിമൽ ഹസ്ബൻഡറിയിൽ ഇതിനെ കുത്തിവയ്ക്കാനുള്ള ഇത് എല്ലാം മിണ്ടാപ്രാണികളല്ലേ. എൻ്റെ പരമ്പരയുടെ പേരും അതായിരുന്നു, മിണ്ടാപ്രാണികളെ കാശാക്കുന്നവർ. ഈ രൂപത്തിലുള്ള പരമ്പരകളാണ് വരുന്നത്. അപ്പോൾ അത് എനിക്കിത് ആരോടെങ്കിലും പറയണമെന്നുണ്ട്. ഈ പറയുന്നതിന് എല്ലാം രേഖ ഞാൻ തരാം. ഞാനിത് എവിടെയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. എല്ലാം ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അയാളുടെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഒരു പ്രവർത്തകനുമാണ്. പാർട്ടിയിൽ പറഞ്ഞു നോക്കി അവിടെയൊന്നും യാതൊരു ഫലവുമില്ല. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്, KP നൂറുദ്ദീനാണ് അനിമൽ ഹസ്ബൻഡറി മന്ത്രി. അപ്പോൾ അവിടെ ഇവരുടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അന്ന് അതിനകത്തൊന്നും ഒരു ഫലവും കിട്ടുന്നില്ല, ആരും ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും വരണം. ഞാൻ പറഞ്ഞില്ല, അത് വളരെ അപ്പോൾ എന്ന് വരാൻ. അപ്പം ഞാൻ കൊച്ചിയിലാണ്, ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു, പുള്ളി ഇവിടെ ഉണ്ടല്ലോ. പുള്ളി അയ്യോ അത് ടേക്ക് യുവർ, ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞേക്കാം, ടേക്ക് യുവർ ഓൺ ടൈം, നമുക്ക് സ്റ്റോറി അല്ലേ, അതൊക്കെ ഒരു പ്രശ്നമില്ല, അയാളെ വിടരുത്.
അയാളെ എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് കാണണം, കമ്മിറ്റ് ചെയ്യിപ്പിക്കണം, വേറെ പോരുത്, നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പുള്ളിയോട് പറഞ്ഞു. ഇങ്ങനെയാണ്. അങ്ങനെ പുള്ളിയോട് പറഞ്ഞു. പുള്ളി വീട്ടിലും ഓഫീസിലും എവിടെയും വരാൻ തയ്യാറല്ല. ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് ഞെട്ടിപ്പിക്കും, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഡോക്യുമെന്റ്സ് ആണ് തരുന്നത്, എല്ലാ ഓർഡർ എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെ ഒരു സംഭവമാണ്, അതിൽ ഈ പറയുന്നത് പോലെ ഈ ഇതിനെ എന്തെല്ലാമാണ് ഇവർ ചെയ്തിരുന്നതെന്നുള്ളതാണ്. ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചെങ്ങന്നൂർ ഹാച്ചറി എന്നൊരു ഹാച്ചറി ഉണ്ട് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ചെങ്ങന്നൂരിനടുത്ത്. ഈ ഹാച്ചറിയിൽ ഈ ഇൻക്യുബേറ്റർ, ഈ കോഴിക്കുഞ്ഞിനെ വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ, അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഓർഡർ എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെങ്ങന്നൂർ പോകണം. അങ്ങനെ ചെങ്ങന്നൂർ ഇത് അയാളുടെ ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഈ ഇൻക്യുബേറ്ററിനെ ഇത് കേടായി ആക്രിയാണെന്ന് പറഞ്ഞ് അതിനെ ഡിഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് വേറെ വാങ്ങിക്കണം. അപ്പോൾ വേറെ വാങ്ങിക്കുന്ന പർച്ചേസ് താല്പര്യം മാത്രമല്ല, വേറെ താല്പര്യം കൊണ്ടിട്ടുണ്ട്. ഒന്ന് പർച്ചേസ്, രണ്ടാമത്തെ താല്പര്യം അങ്ങേർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബിഷപ്പ് ഹൗസിലേക്ക് ഇത് എത്തിക്കണം. അവിടെ ഒരു പേരൊക്കെ കിട്ടാനായിരിക്കും. അല്ല, ബിഷപ്പുമാർക്കൊന്നും അങ്ങനെ ഇയാളുടെ ഒരു ഇൻക്യുബേറ്റർ കിട്ടിയിട്ട് ജീവിക്കുന്നവരല്ല, അവരെ ഒന്ന് പ്ലേസ് ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കണം. അങ്ങനെ തിരുവനന്തപുരത്തെ അപ്പോഴും ഇപ്പോഴും പ്രശസ്തമായ ഒരു ബിഷപ്പ് ഹൗസിലേക്ക് ഇതിനെ മാറ്റി. ഇത് ആക്രി എന്ന് പറഞ്ഞ എന്തോ തുച്ഛമായ വിലയ്ക്ക്. അതിന് ഇയാൾ ഓർഡറും ഉണ്ട്, ഈ ചെങ്ങന്നൂർ ഹാച്ചറിയുടെ ഹെഡ്. അപ്പോൾ വീണ്ടും വിവരം കിട്ടി. അപ്പോഴത്തേക്ക് എഡിറ്ററെ വിളിച്ചു. പരമ്പരയിൽ ഇതും ഉണ്ട് എന്ന് പറഞ്ഞു. അത് കൺഫേം ചെയ്യണമല്ലോ, ഒരു ശ്രമം നടത്തി പോകുക, നേരിട്ട് പോയാൽ മതി, വേറെ ഏതെങ്കിലും രൂപത്തിൽ, മാതൃഭൂമി എന്ന് പറയണ്ട. അങ്ങനെ ഈ പറയുന്ന പെർട്ടിക്കുലർ ബിഷപ്പ് ഹൗസിൽ ഞാൻ ഈ കോഴിക്കൃഷി നടത്തുന്ന ആളെന്ന നിലയിൽ അവിടെ പോയിരുന്നു. അപ്പോൾ ആദ്യം പോയി അതിനകത്ത് കയറാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ഓരോ രീതികളുണ്ടല്ലോ പത്രപ്രവർത്തനത്തിൻ്റെ ആയിട്ടുള്ള. പീറ്ററിനെ കാണാൻ വന്നു. ഏത് പീറ്റർ? പീറ്റർ ജോസഫാ ഓഫീസിലെ. അപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ഒരു സാങ്കല്പിക പീറ്റർ ജോസഫ് ഉണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ട് അതുവഴി ഇതെവിടെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. പറകുവശത്ത് ചെന്നപ്പോഴത്തേക്ക് സാധനം അവിടെ ഉണ്ട്, ഇതാണെന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളി അവിടത്തേക്ക് നോക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അടുത്തേക്ക് പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ശ്രമിച്ച ഫാക്ട്സ് ഇങ്ങോട്ട് വരും. അതാണ് ജേർണലിസ്റ്റിൽ എൻ്റെ ഒരു അനുഭവം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മതി, ഈ പറയുന്ന അത് ഇങ്ങോട്ട് വരുന്നത് പോലെ വരും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് ഇത് സാധനം ഇതാണെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ഒരാളാണ്, ഇതിന് എത്ര കോസ്റ്റ് ആവും, കറണ്ട് എത്രയാവും, മറ്റാണെന്നൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ കൊടുത്താണ് പോയത്. ഒരു കോഴി കച്ചവടക്കാരനാണെന്ന് കാണിക്കും മറ്റേ. അപ്പോൾ അത് പുള്ളിക്ക് അത് തോന്നി, അത് കോഴിയുടെ ആൾ തന്നെ ആയിരിക്കും കണ്ടിട്ടും, പ്രായക്കുറവാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നടത്തുന്നതാണെന്ന് ആദ്യമേ പറഞ്ഞു. ഫാമിലി ആയിട്ടാണ്. അപ്പോൾ അപ്പനൊന്നും വന്നില്ലേ? ഇല്ല, അപ്പനൊന്നും വന്നില്ല, അപ്പം പറഞ്ഞു വിട്ടാണ്. ഓക്കെ. അപ്പോൾ അത് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാണ്? ഇതാ കിടക്കുന്നു. ഒന്നും പറയണ്ട സാറേ, തിരുവേലിക്ക് എന്തൊക്കെ ബന്ധങ്ങൾ. ഇത് ചെങ്ങന്നൂർ ഹാച്ചറിയിലിരുന്ന സൂപ്പർ സാധനമല്ലേ, ഒരു കുഴപ്പമില്ലാതെ ഞാൻ കൊടുത്തേച്ച്. ആക്രി എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്, പറയാൻ പോകും. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ചെങ്ങന്നൂർ ഹാച്ചറിയുടെ ഇതും ഈ സംഭാഷണമല്ല ഈ സ്റ്റോറിക്കകത്തുണ്ട്. പിറ്റേ ദിവസം ഭയങ്കര പുകിലായി. ഈ ബിഷപ്പ് ഹൗസിലിരിക്കുന്ന ഇൻക്യുബേറ്ററാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സ്റ്റോറി ഏതെങ്കിലും പത്രം കൊടുക്കുമോ എന്നുള്ളത് പോലെ കൊടുക്കുമായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ഇപ്പം എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ വീണ്ടും അതേ മറുപടിയാണ്, പുകിലായി, ബഹളവും വിളിയൊക്കെ ആയി. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് പുള്ളി പറഞ്ഞ അദ്ദേഹത്തെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് സത്യമല്ലേ, ട്രൂത്തല്ലേ? അതെ, പിന്നെന്താ, കഴിഞ്ഞു. അപ്പോൾ അതായിരുന്നു ആ ഒരു വലിയ കാലം എന്ന് പറയുന്നു. അപ്പോൾ ആ കാലം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് ആലപ്പാട് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് പോയി. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റിപ്പോർട്ടിങ്ങിൽ തന്നെ വർക്ക് ചെയ്യണം എന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷനായിട്ട്. അപ്പോൾ ആ ആഗ്രഹപ്രകാരം ഏകദേശം 10-18ഓളം വർഷം റിപ്പോർട്ടിംഗ് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ പിന്നെ ന്യൂസ് എഡിറ്ററും സീനിയർ ന്യൂസ് എഡിറ്ററും ഒക്കെ ആവുന്നത് വളരെ സീനിയർ ആയതിനു ശേഷമാണ്. അപ്പോൾ അവിടത്തേക്ക് ഡെസ്കിൻ്റെയൊക്കെ കാര്യങ്ങൾ തന്നെ ഞാൻ പിന്നെ വൈകി വന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്തത്, കാരണം റിപ്പോർട്ടിങ്ങിൽ തന്നെ ആയിപ്പോയതുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ റിക്വയർമെൻറ്റ്സ് വേറെയാണ്. കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ഇവിടെ
അന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂറോയുടെ എന്താണ് ആവശ്യങ്ങൾ, അതനുസരിച്ചല്ലേ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങളുടെ പ്രത്യേകതകളോ താല്പര്യങ്ങളോ വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം മലയാള മനോരമയും കേരള കൗമുദിയും ഒക്കെ അന്ന് ചില ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കും, മാതൃഭൂമിക്കില്ല. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ വാർത്തകൾ ചെയ്തിരുന്ന ഏതോ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്ന, സ്ഥലം മാറിപ്പോവും, അങ്ങനെ എന്തോ ചെയ്തതാണ്. അപ്പോൾ അന്നത്തെ ബ്യൂറോ ചീഫായിട്ടുള്ള വർഗീസ് ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇത് ആണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, വിദ്യാഭ്യാസ വാർത്തകൾ. പ്രധാനമായിട്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്ന സമയം, അപ്പോൾ അത് ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ചെയ്യാം. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നമ്മൾ വേറെ ലോകത്ത് വന്നൊരു പുതുതായിട്ടൊരു അസൈൻമെൻറ്റ് ആദ്യമായിട്ട് തരികയാണ്. അപ്പോൾ വിദ്യാഭ്യാസ വാർത്തകൾ ആദ്യം ആകെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി പഠിച്ചതും അതെല്ലാം വിദ്യാഭ്യാസ ഇതുമായിട്ട് എന്താ ബന്ധം, ഇതിനെക്കുറിച്ച് ഞാൻ ഫോളോ ചെയ്തിട്ട് പോലും ഇല്ല. ട്രിവാൻഡ്രം അല്ലേ, വേറെ സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അപ്പോൾ ഇദ്ദേഹവും പറയുന്നുണ്ട് സ്പെഷ്യൽ സ്റ്റോറീസ് വേണം. ഇന്നത്തെ കണ്ടില്ലേ പത്രങ്ങൾ, ഞാൻ പറഞ്ഞു കണ്ടു. മാതൃഭൂമിയുടെയും മനോരമയുടെയും കേരളാമതിയുടെയും മെയിൻ സ്റ്റോറി തന്നെ സെയിമാണ്. നമ്മുടെ ഇല്ല, അതാണ് ഈ പറയുന്നതെന്ന് പുള്ളി പറഞ്ഞു. ഇത് നാളെ മുതൽ എന്ന് പറയുന്നില്ല, ഒരാഴ്ചയ്ക്കുള്ളെങ്കിലും 10 ദിവസത്തിനുള്ളെങ്കിലും ഈ സ്ഥിതി മാറണം. അതിനാണ് നിങ്ങളെ എനിക്കൊരു എന്തോ പിടിയില്ല, ഇത് എവിടെ പോയി ഇതിനെ ഈ പറയുന്ന മാറ്റണമെന്നോ ആരും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ പോയി പല ദിവസമൊക്കെ ഇതൊക്കെ സ്ഥിരം ക്ലാസ്സുകളിൽ പറയുന്ന ഉദാഹരണങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ഒരു സംഗതി ഇവോൾവ് ചെയ്ത് വരുന്നതെന്ന് പറയും. നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞു തന്നാൽ ഒരിക്കലും നടക്കില്ല. നമ്മളതിനകത്തൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇറങ്ങിയാലേ പറ്റും. നമ്മുടെ ജോലി അസൈൻമെൻ്റ് ആണ്. ബ്യൂറോ ചീഫ് പറയുക ഇന്ന അസൈൻമെൻറ്റ് ചെയ്യൂ, വേറെ വഴിയില്ല. നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെച്ച് പോകേണ്ടി വരും. അപ്പം ഞാൻ പണ്ട് അവിടെയൊക്കെ നമ്മൾ കിടന്ന് പഠിക്കുമ്പോൾ കുറേ കറങ്ങുമായിരുന്നു. യൂണിവേഴ്സിറ്റിക്കകത്തൊക്കെ നല്ല രസമാണല്ലോ, മറ്റേ യൂണിവേഴ്സിറ്റി പാളയം മന്ദിരം, അതുപോലെ കറങ്ങാൻ തുടങ്ങി. വേറെ അന്നത്തെ ഇത് വിഷുവായിട്ടല്ല, ഇപ്പോൾ നടക്കുന്നത് ഇതാണ്, വാർത്തയ്ക്ക് വേണ്ടിയാണ്. ഒരു ഐഡിയ ഇല്ല. ചില പരിചയപ്പെട്ടവരെ കാണും, പരിചയമുള്ളവരെയൊക്കെ കാണുന്നുണ്ട് അവിടെ വെച്ച്, അവരുമൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിനിടയിൽ ദൈവം കൊണ്ടുവരുന്നു അല്ലേ, ഒരാൾ പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഇഷ്യൂ, ഇത് മനോരമയിലും മറ്റ് പത്രങ്ങളിലൊക്കെ വരുന്നു എന്നല്ലേ പറയുന്നു, ഇതെല്ലാം കൊടുക്കുന്ന ഒരു പ്രമുഖ യൂണിയൻ നേതാവാണ്. ആ യൂണിയൻ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ വരുന്ന വാർത്തകൾ, അത് പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് അല്ല, ഒന്നിൽ കൂടുതൽ പത്രങ്ങൾ വരുന്നെങ്കിൽ അത് ഒരു സോഴ്സിൽ നിന്ന് ഒരാൾ കൊടുക്കുന്നതല്ല, നിങ്ങൾക്കും തരാൻ അവർക്കൊരു മടിയും കാണില്ല. അപ്പം ഞാനേതോ ഒരു വലിയ എന്താണ് യുറേക്ക മറ്റേ ഇത് വലിയ സന്തോഷത്തിൽ പറയുന്നത് പോലെ ഈ ചോദിച്ചു അതാരാണ്, അത് ബുദ്ധിമുട്ടില്ല, ഇന്ന ആളാണെന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും പേര് പറയുന്നില്ല, ശരിയല്ല, ഫെയറല്ല. അപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും പേരറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇപ്പം തന്നെ വരും. അപ്പോൾ അവിടെ എല്ലായിടത്തും യൂണിയൻ ഓഫീസുകളുണ്ട്, ഓരോ സംഘടനയ്ക്കും ഓഫീസായിട്ട് വച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തന്നെ കൊടുത്തിട്ടുള്ള സംവിധാനമാണ്. നമ്മുടെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്, കാലിക്കറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു, ഇതാണ് ദൗത്യം. അപ്പോൾ പറഞ്ഞു നമുക്കും കൂടെ ഇത്തരം വാർത്തകൾ തരുന്നതിന് വിഷമം വല്ലതും ഉണ്ട്. ആര് പറഞ്ഞു വിഷമമുണ്ട്, സന്തോഷമില്ലേ, നിങ്ങൾക്കാർക്കും വേണ്ടല്ലോ, ആളും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇന്നു മുതൽ ഞാനാണ്. ശരി, ഇന്നു മുതൽ ഞാൻ തുടങ്ങാം, ഫസ്റ്റ് വാർത്ത ഞാൻ അവരിപ്പോൾ വിളിച്ചേ ഉള്ളൂ. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വാർത്തകളുടെ ആ ദൗത്യം തുടങ്ങും. അതൊരു 10, 13, 13 വർഷത്തോളം വിദ്യാഭ്യാസ വാർത്തകൾ ചെയ്യേണ്ടി വന്നു. അത് പിന്നെ യൂണിവേഴ്സിറ്റി അല്ല, അത് ഇപ്പോഴത്തെ കേരളം പോലെയല്ല. വിദ്യാഭ്യാസ വാർത്തകളുടെ സ്ഥിതി അറിയാമല്ലോ, അത് അങ്ങേയറ്റം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ് ആയിരുന്നെങ്കിലും, മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരുന്നപ്പോഴാണെങ്കിലും, CPM ഉള്ളപ്പോഴ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ വരുന്ന സമയമാണെങ്കിലും, വേറെ ഏതെങ്കിലും ഘടകകക്ഷികൾ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ അങ്ങേയറ്റം കലുഷിതമായിരുന്നു എല്ലാ രീതിയിലും. സ്കൂൾ മുതൽ കോളേജ്, സ്വാശ്രയ എഞ്ചിനീയറിംഗ് വരെ ആ ഒരു കാലഘട്ടമാണ്. +2 അനുവദിക്കുന്നു, +2 സ്കൂളുകൾ അനുവദിക്കുന്നു, അങ്ങനത്തെ കാലം. അതിൻ്റെ പ്രക്ഷോഭം വലിയ വലിയ സംഗതികളാണ്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റിക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോഴത്തേക്ക് മറ്റേ പൊതുവിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ മുഴുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ അത് വലിയ മത്സരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവിടെ നിന്നുള്ള ടേക്ക് ഓഫ് വളരെ കറക്റ്റായിരുന്നു യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ ഈ സാധാരണ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള, അല്ലാതെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇതിനകത്ത് ഓരോ ദിവസവും ഇദ്ദേഹം ഈ പറയുന്ന യൂണിയൻ നേതാവ് സോഴ്സ് പറയുന്ന വിവരങ്ങൾ പോലും പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റില്ല. അത് പിന്നെ സെനറ്റ് തള്ളില്ലേ. അപ്പോൾ അത് പിന്നെന്ത് സിൻഡിക്കേറ്റ് സെനറ്റിൽ വെച്ച് തള്ളും, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പലതിൻ്റെ സംഗതി തന്നെ പിടികിട്ടുന്നു. അങ്ങനെ ജേർണലിസം ഇതുപോലെ ഏതെങ്കിലും ബീറ്റോ സ്പെഷ്യലൈസ്ഡ് ഏരിയോ ചെയ്യുന്ന നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റോർ എന്ന് പറഞ്ഞ് അവിടെ പടി ഇറങ്ങി താഴെ പോകണം, സെനറ്റ് ഹാളിൻ്റെ സൈഡിൽ കൂടി. അവിടെ ചെന്ന് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടും മറ്റേ റൂൾസും പഴകി അവിടെ ഇരുന്ന ആ വർഷം തീരാറായ യൂണിവേഴ്സിറ്റിയുടെ ഡയറി അവർ വെറുതെ തന്നു. ഇതിനത്ര 2 രൂപ 3 രൂപ കൊടുക്കും. ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കില്ലേ, അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ടാണ് ഈ റിപ്പോർട്ടിങ്ങിലേക്ക് കടക്കുന്നത് തന്നെ. എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. സ്റ്റാറ്റ്യൂട്ട് മറ്റേ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഗവർണർ ചാൻസലറാണ്, മറ്റേതാണ്, ചാൻസലറുടെ റോൾ ഇതാണ്, ചാൻസലറെ ഇംപീച്ച് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ വാർത്തയായിട്ട് വരുമല്ലോ. അപ്പോൾ അത് ശരിക്കും മറ്റേ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയി. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ ബേസിക് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം അവസാനം മുഴുക്കുകയും നമുക്കതിൻ്റെ ബേസിക്സ് മനസ്സിലാവില്ല. ഡ്രൈവിങ്ങിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് പറയുമല്ലോ ഏറ്റവും കയറ്റത്തിൽ വെച്ചിട്ട് നിർത്തിയിട്ട് എടുക്കുമെന്ന് പറയുമ്പോൾ, അയ്യോ അതിൽ പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴായാലും അറപ്പ്, നല്ല കയറ്റമാണെങ്കിൽ ചെറിയ ഒരു അറപ്പ് കാണും. കാരണം അത് പഠിച്ചിട്ടില്ല. സാറ് പറഞ്ഞതാണ് നിങ്ങളന്ന് ഇത്രയൊക്കെ മതി, കയറ്റം അധികമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കയറ്റത്തിൽ വെച്ചായിരിക്കും ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് വന്നു. അപ്പോൾ അതിനകത്തും ഈ പറയുന്നത് പോലെ പല വാർത്തകളുണ്ട്. അതിൽ വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു വാർത്ത എൻ്റെ ഓർമ്മയിലുള്ളത്, അതും പിന്നെയും ജേർണലിസം മറ്റേ അക്കാഡമിക്സിലേക്ക് വരികയാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ മസിൽ പിടുത്താൻ പാടില്ല, അതുപോലെ തന്നെ നമ്മൾ വളരെ ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണം. അപ്പം അലർട്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. ഏത് സമയവും അലർട്ടായിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ചും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ അലർട്ടായതുകൊണ്ട് മാത്രം ഒരു വലിയ വാർത്ത കിട്ടി. സർവകലാശാലയുടെ രജിസ്ട്രാർ സ്ഥാനത്തുണ്ടായിരുന്ന അന്നത്തെ രജിസ്ട്രാർ ജോലി തെറിച്ചു. അലർട്ടായതുകൊണ്ട് മാത്രം, പ്രത്യേകിച്ച് ഒരു വൈഭവം കൊണ്ടൊന്നുമല്ല, അതിങ്ങനെയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ബീറ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഈ പ്രസ് റിലീസൊക്കെ അറിയാമല്ലോ, എല്ലാം നമ്മുടെ അവിടെ തന്നെ കൊണ്ട് വയ്ക്കും. വിദ്യാഭ്യാസം ഒന്ന് അറ്റത്തൂടെ പോയാൽ അത് ചെയ്യുന്ന ആളുടെ മേശപ്പുറത്ത് വെച്ചേക്കും. അത് ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതാണെങ്കിൽ പോലും അങ്ങനെ അയാൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ക്വാളിഫൈ ചെയ്യാനുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള സങ്കല്പം, നല്ല സങ്കല്പമാണ്. അപ്പോൾ അതിനകത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ സാധാരണ പ്രസ് റിലീസ് വരെ വച്ചേക്കും. അപ്പം ഞാൻ ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസ് ഇരിക്കുന്ന പോലെ തോന്നി, എടുത്തു. അത് യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസ് അല്ല. പക്ഷേ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോണ്ട് ഡിഫറൻസ് ഇല്ലേ. നമ്മൾ പല സ്ഥലത്തുനിന്നുള്ള ഫോണ്ടുകളും അന്ന് ഫാക്സിലാണ് വരുന്നത്, അന്ന് ഇമെയിലും ഇതൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഫാക്സിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല, അവർ ഇമെയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫാക്സ് മെഷീനിലൂടെയാണ് വരുന്നത്. അപ്പോൾ ആ ഫാക്സ് മെഷീനിലൂടെ വരുന്ന അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഫോണ്ട് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആ പ്രസ് റിലീസ് എന്തായിരുന്നു അറിയാമോ? പുതുതായി ആരംഭിക്കുന്ന ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മീറ്റിംഗ് കൂടാൻ പോകുന്നു, അത് സംബന്ധിച്ച ഒരു പക്ക പ്രൈവറ്റ് വാർത്ത യൂണിവേഴ്സിറ്റിയുടെ ഫാക്സിൽ നിന്ന് വന്നു. അപ്പോൾ അത് ആ സാധനം ഇതിലൂടെ വന്ന് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ നിന്ന് അയച്ചു തന്നിരിക്കും. രജിസ്ട്രാറുടെ ഫാക്സിൽ നിന്നാണ് വന്നിരിക്കും. അല്ല, അതപ്പോൾ ആ ഫോണ്ട് PROയുടെ ഓഫീസിൽ നിന്നാണ് അയച്ചിരിക്കും. അത് രജിസ്ട്രാറിനൊക്കെ പിന്നെ അറിയുന്നു. അപ്പം ഞാൻ PRO വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എടുത്ത ആൾ പറഞ്ഞു PRO ഒക്കെ പോയിട്ട് ഒരുപാട് സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഫാക്സ് അത് വന്നിട്ടുണ്ടാവും, വേറെ ആരെങ്കിലും ഇവിടെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും, യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസ് അയച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അയച്ചിട്ടില്ല, അതറിയാം. അപ്പം തന്നെ ഞാനിതെല്ലാം നിർത്തിവെച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അന്ന് കേശവൻ എന്നാണെന്ന് തോന്നുന്നു ആ സെക്യൂരിറ്റി, ഒരു സ്മാർട്ട് സെക്യൂരിറ്റി ആളുണ്ടായിരുന്നു, VCയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ്, ഗൂർഖ, നേപ്പാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു വളരെ ആത്മാർത്ഥതയും യൂണിവേഴ്സിറ്റിയോട് വലിയ കമ്മിറ്റ്മെൻറ്റും ഉള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് വന്നത്? ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. അയ്യോ, ഇത് എവിടെയെങ്കിലും വരണം സാറേ, മനസാക്ഷിക്ക്, മലയാളം പുള്ളിക്ക് നന്നായിട്ട് അറിയാം, നിരക്കുന്നതല്ല ഇത്. ഇതിനകത്ത് 5:30 കഴിയുമ്പോൾ ഇയാളുടെ രജിസ്ട്രാറുടെ കുറേ ഏറ്റവും ആൾക്കാരെ വെച്ചിട്ട് അത് അയാൾ തുടങ്ങാൻ പോകുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെയാണ് ആ ഫാക്സ് അവിടെ വന്നത്.
ഇപ്പോൾ വേണേൽ പോയി നോക്കാം. അങ്ങനെ അയാൾ എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് കാണിച്ചപ്പോൾ അവിടെ ഫുൾ ഫ്ലജ്ഡ് വർക്ക് നടക്കുക, വരാൻ പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. ആലോചിച്ച് നോക്കിയ ഇത് വൻ വാർത്തയായിട്ട് വന്നു, വലിയ സംഭവമായി. നിഷേധിക്കാൻ പറ്റില്ല. ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. മറ്റേ ഫാക്സിന് ഡീറ്റെയിൽസ് എടുക്കാമല്ലോ, സെൻറ്ററുടെ ഇതെല്ലാം സൈഡിൽ കാണും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വന്നു, വലിയ ഇഷ്യൂ ആയി. അത് സിൻഡിക്കേറ്റിൽ വന്നു. ഒരു മറുപടിയും പറയാനില്ല. സിൻഡിക്കേറ്റ് അയാൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്കതിൽ വ്യക്തിപരമായി ഈ പറയുന്ന പ്രൊഫഷണലി നമ്മൾ ഇതുപോലെ ചെയ്തതിനകത്ത് ഒരു നല്ല സ്റ്റോറി കിട്ടിയെന്നുള്ള ഒരിതുണ്ടെങ്കിലും വലിയ കുറ്റബോധങ്ങളില്ല. കാരണം അദ്ദേഹം തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിന് പുറത്താണ്, വളരെ പ്രശസ്തമായ നിലയിലെത്തുകയും നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സ്റ്റോറി പോലും അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി വിട്ട് പോയെങ്കിലും ഉണ്ട്. അപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ. അപ്പോൾ അതാണ് അങ്ങനെ ഒരു വാർത്ത. അപ്പോൾ അതാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഓർമ്മയിലുള്ള ഒരു വാർത്ത. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് ചില ചില സ്റ്റോറീസ് അത് എത്ര നാൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിൻ്റെ ഒന്നും പഞ്ച് കാണില്ല, പക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് വിട്ടുപോകാത്തൊരു സ്റ്റോറിയാണ്. അങ്ങനത്തെ ഒരു വാർത്തയാണ്. അപ്പം അവിടെ വീണ്ടും നമ്മൾ ജേർണലിസം ബേസിക്സിലേക്ക് വരികയാണ്. പഴയ നമ്മുടെ ഗുരുക്കന്മാരും ജേർണലിസം പഠിപ്പിക്കുന്നവരും ഒക്കെ ആവർത്തിച്ച് പറയും, എത്രത്തോളം കോണ്ടാക്ട്സ് ഉണ്ടോ അത്രത്തോളം ഗുണം. അതിൽ ഏത് കോണ്ടാക്റ്റിൽ നിന്ന് എപ്പോഴാണ് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളിത് എപ്പോഴും ഈ പറയുന്ന പോലെ മസിൽ പിടുത്തം മാറ്റിവെച്ച് പരമാവധി ആൾക്കാരെ പരിചയപ്പെട്ടും ബന്ധപ്പെടുകയും ആ ബന്ധങ്ങൾ നിലനിർത്തുന്ന ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുക, സംസാരിക്കുക, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് വേണേൽ കാണുക. അപ്പോൾ അത് നാലപ്പാടിന് ശേഷം വന്നിട്ടുള്ള മാതൃഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു പത്രാധിപരായിരുന്നു കെ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇതാണ്, അദ്ദേഹം ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റേ ഡയറിയിലുള്ള കോണ്ടാക്ട്സ് ഉപയോഗിക്കും, മറ്റേ ഫോൺ കോണ്ടാക്ട്സ് ഒന്നും ഉപയോഗിക്കില്ല. ഇതിൽ ഓരോ സമയവും പ്രയോജനപ്പെടുത്തുക, ഈ കോണ്ടാക്ട്സ് നിലനിർത്തുന്നത്. വലിയ അതിശയം തോന്നും. ക്രിസ്റ്റി ഇപ്പോൾ എവിടെയാണ്, ഞാൻ നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്തൂടെ ഇപ്പോൾ പോയി കയറാൻ സമയമില്ല കേട്ടോ, സുഖമാണല്ലോ. ഇപ്പോൾ കിളിമാനൂർ കഴിയുമ്പോൾ കൊട്ടാരക്കരയിലും ഉണ്ട്, ജോസഫ് ഉണ്ട്. ഇതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എവിടെ കുറയുന്നോ നല്ല സ്റ്റോറികളുടെ അസ്തമനം ഉണ്ടാവും. നമ്മൾ വേറൊരു ഉദ്യോഗസ്ഥനെ പോലെയായി മാറും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്മരാജൻ മരിക്കുന്നു. പത്മരാജൻ മരിക്കുന്നത് മറ്റേ കോഴിക്കോട് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രം, അതും വേറെ എന്തൊക്കെ കഥകളുണ്ട്. ഗന്ധർവനെ കുറിച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പത്മരാജൻ്റെ കുടുംബത്തിൽ ഏർലി ഡെത്ത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടാണ്. അതെന്തായാലും അത് അതിസുന്ദരമായൊരു ചിത്രമാണ്, അതിന് സംശയമില്ല. അപ്പോൾ അത് പത്മരാജനും ഗാന്ധിപതി മാലിനും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഗാന്ധിപതി മാലിൻ്റെ ഇടയ്ക്കെടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹം തറയിൽ വീണ് കിടക്കുകയാണ്. അത് കോഴിക്കോട് നടന്ന സംഭവം. അതിനൊരു തിരുവനന്തപുരം കണക്ഷനുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ബ്യൂറോയിൽ എപ്പോഴും വന്നിരുന്ന തോമസ് ജോർജ് എന്നൊരു സാറുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെയൊക്കെ ഈ നടത്തിപ്പുകളിൽ കുട്ടികളെയൊക്കെ സഹായിക്കാനൊക്കെ എപ്പോഴും സ്റ്റുഡൻറ്റ് സർവീസസിലൊക്കെ വരും. CPM അനുഭാവിയാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ നമ്മളെല്ലാവരും ആയിട്ടൊക്കെ വളരെ വലിയ സൗഹൃദമുള്ള ഒരാൾ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കീപ്പ് ചെയ്യുന്ന ഒരാൾ. അദ്ദേഹവും ഒരു ആക്സിഡൻറ്റ് മരിച്ചു. MG കോളേജിൻ്റെ മുമ്പ് വെച്ച് നടന്ന ഒരു ആക്സിഡൻറ്റിൽ ദാരുണമായി മരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹം പത്മരാജൻ്റെ മരിച്ച അവിടെ നിന്ന് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 8 മണിയായി കാണും. 8 മണി എന്ന് പറഞ്ഞാൽ പത്രം ഓഫീസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുക. ന്യൂസ് എഡിറ്റേഴ്സൊന്നും പിന്നെ വാർത്തകൾ അധികം കാണുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഓൺ എ ഹെവി ഡേ ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം. തിരുവനന്തപുരത്ത് നിന്നുള്ള പത്മരാജൻ വാർത്ത കാണും, അതൊക്കെ ലോക്കൽ പേ കൊടുക്കണം, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം തോമസ് ജോർജ് വിളിക്കുക. അപ്പോൾ പറഞ്ഞു, എടേ രമേശേ, ഒരു വാർത്തയുണ്ട്, ട്രാജിക്കാണ്, നിങ്ങൾക്കത് പ്രയോജനപ്പെടുമോ, അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമോഷണൽ കമ്പോണൻ്റ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. വാർത്ത ഇതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് വാർത്ത? അപ്പോൾ ഞാനിന്ന് മാറിവാനിയസ് കോളേജിൽ മറ്റേ ഇവരുടെ റെസിറ്റേഷൻ ജഡ്ജിയായിട്ടുണ്ടായിരുന്നു. അതിൽ പത്മരാജൻ്റെ മകളും പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇവള് വിളിക്കാൻ വേണ്ടി ഇയാൾ MG ശ്രീകുമാറാണെന്ന് തോന്നുന്നു. MG ശ്രീകുമാറും വേറൊരാളും കൂടിയാണ് ചെന്നെന്നാണ് ഓർമ്മ.
ആരോ 2 പേര്, എനിക്ക് ശിവകുമാറാണോ എന്ന് ഉറപ്പില്ല, വിളിച്ചോണ്ട് പോകണമല്ലോ മോളെ, ഈ മരണവാർത്ത അറിയിക്കണം. അവരറിഞ്ഞിട്ടില്ല, അന്ന് മൊബൈലും ഇതൊന്നുള്ള കാലമല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നിനക്കറിയാമോ അവൾ എന്ത് പാട്ടാണ് പാടിക്കൊണ്ടെന്ന് ഇരുന്നെന്നറിയാം? മാധവിക്കുട്ടി എന്നാണ് മോളുടെ പേര്. മാധവിക്കുട്ടിയും ഇവൻ അനന്തപത്മനാഭൻ മകൻ. വയലാറിൻ്റെ ആത്മാവിലൊരു ചിത എന്ന് പറയുന്ന പ്രശസ്തമായ കവിതയുണ്ടല്ലോ, അച്ഛൻ ഉറങ്ങുന്നു നിശ്ചലം എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ പാട്ടാണ്, അതാണ് പാടിയത്. അച്ഛൻ ഉറങ്ങുന്നു നിശ്ചലം എന്നുള്ള കവിതയാണ് റെസിറ്റേഷനിൽ പാടിയത്. അച്ഛൻ അത് പാടിയപ്പോഴും അവൾ അറിഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചു, പത്മരാജൻ. എന്തോ വാർത്തയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര ഡയമെൻഷനുള്ള വാർത്തയാണല്ലോ. ആണ്, പക്ഷേ കുറച്ചും കൂടെ സങ്കടം. എങ്ങനെ നിങ്ങളുടെ വ്യൂ? ഞാൻ പറഞ്ഞു, എനിക്കോ തോന്നുന്നുണ്ട് ഈ പറയുന്ന മരണസമയത്തെ അവൾ ഇൻഡയറക്റ്റ്ലി എങ്കിലും അതിനകത്ത് വന്നതുപോലൊരു തോന്നൽ ഇതിനകത്ത് നിന്ന്. അങ്ങനെ വാർത്തയുടെ കാര്യത്തിൽ നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല, ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് രവീന്ദ്രനാഥൻ എന്ന് പറഞ്ഞ് ഇതേപോലെ തന്നെ ഗുരുസ്ഥാനത്തുള്ള പിൽക്കാലത്ത് 50 വർഷം മാതൃഭൂമിയിലുണ്ടായിരുന്നു, ഈയിടെ റിട്ടയർ ചെയ്തു. അദ്ദേഹമാണ് ന്യൂസ് എഡിറ്റർ. അപ്പോൾ രവിയേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞ ശരിയായിരിക്കാം, പക്ഷേ വാർത്തയുടെ കാര്യത്തിൽ അതിൽ വളരെ സിമ്പിൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, മറ്റൊരു പത്രം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കായിരിക്കും? ഞാൻ പറഞ്ഞില്ല. ഇത് എക്സ്ക്ലൂസീവ് ആയിരിക്കാം. ഞാൻ പറഞ്ഞു അത് എക്സ്ക്ലൂസീവാണ്, പക്ഷെ മറ്റൊരു പത്രം ഇത് കൊടുക്കാതിരിക്കുമോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ ഒരു കുറ്റബോധം വേണ്ട, ഡു ഇറ്റ്. അപ്പോഴത്തെ ധൈര്യമായി. അപ്പോൾ അതും കഴിഞ്ഞ് ഈ വീട് വന്നിറങ്ങുമ്പോഴത്തേക്ക് ഈ കവിതയാണ് ചൊല്ലുന്നത്. അപ്പോൾ അത് വിവരം കിട്ടി. അതിനകത്ത് ഹെഡിങ് പലവരും ആലോചിച്ചു. അവസാനം വന്ന ഹെഡിങ് നമ്മൾ കളക്റ്റീവായിട്ടാണ് ആലോചിക്കുന്നത്. ഹെഡിങ് ഇതായിരുന്നു. ഹെഡിങ്ങും ഈ റിപ്പോർട്ട് പോലെ തന്നെ, സംഭവം പോലെ തന്നെ വ്യത്യസ്തമാണ്. ആത്മാവിലൊരു ചിത എന്നാണ് വയലാറിൻ്റെ കവിതയുടെ പേര്. അറിയാതെ ആത്മാവിലൊരു ചിതയുമായി. അപ്പം അവക്കൊരു ആ കുട്ടിക്ക് ഒരു വിഷമമില്ലല്ലോ, അറിയാതെ ആത്മാവിലൊരു ചിതയുമായി. അതിനുശേഷം അനന്തപത്മനാഭൻ നമ്മുടെ പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ പത്മനാഭനോട് ഇത് പറഞ്ഞു. അനന്തപത്മനാഭൻ പറഞ്ഞ്, ഞാനിപ്പോൾ ജേർണലിസം പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അതൊരു ന്യൂസ് സ്റ്റോറി തന്നെയാണ്, പക്ഷെ ആ വാർത്തയും അവൾക്ക് വലിയ വിഷമമുണ്ടാക്കി. എത്രയൊക്കെ പറഞ്ഞാൽ അത് ആദ്യമൊന്നും കണ്ടില്ല, കാരണം അത് കണക്ട് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, ഞങ്ങൾ ആലോചിച്ചാണ്. അല്ല അത് സാരമില്ല, ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ അത് അന്ന് നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ തന്നെ നടത്തി. ഈ മീഡിയ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്, ഈ വാർത്ത കൊടുക്കണോ വേണ്ടേ? ഇതൊക്കെ ചില വല്ലാത്ത സന്നിഗ്ധാവസ്ഥകളാണ്. നമ്മൾ തന്നെ ഒരു ഇതിലാവും. പേഴ്സണലി ഇപ്പോൾ എന്താണ്, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്കുണ്ടാവുന്നൊരു ഇതില്ലേ, അച്ഛൻ്റെ ഇതിൻ്റെ കവിത ഞാൻ പാടിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം വരാം. ഇതൊക്കെ ഈ ജേർണലിസ്റ്റിൻ്റെ അങ്ങേറ്റത്തെ എത്തിക്സ് പാലിക്കുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയും കൂടെ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസും ഇതിനകത്തുണ്ട് ഓർമ്മയിൽ നിൽക്കുന്നത്. അവിടെ ഈ സ്റ്റോറി ഇതാണ്, നമ്മൾ കോണ്ടാക്ട്സിൻ്റെ മാത്രം ബലത്തിലാണ്. പിന്നെ പറയാവുന്ന ഒരു കാര്യം, ഒന്ന് ഒബ്സർവേഷൻ. ഈ മറ്റേ അലർട്ടായിരിക്കണം, പോലെ ഒബ്സർവൻ്റ് ആയിരിക്കണം. ഒരു ഉദാഹരണം പറയാം, ഇത് ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ്. ഈ തൃശ്ശൂരിൽ വെച്ചാണ്, ഞാൻ തൃശ്ശൂരിൽ ചീഫ് റിപ്പോർട്ടറായിട്ടിരിക്കുമ്പോൾ അവിടെ സംസ്കൃത പ്രതിഷ്ഠാൻ എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും. അവർ കോഴ്സസ് നടത്തും സംസ്കൃതത്തിൽ, MA ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു MD ആണ്, വീരേന്ദ്രകുമാർ സാറാണ് വരേണ്ടിയിരുന്നത് തോന്നുന്നു. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഇതിലൊക്കെ വളരെ കേർട്സി പാലിക്കുന്ന ആളാണ്. എനിക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ ആരെങ്കിലും അവിടെ പോകണം എന്ന് പറഞ്ഞ് മാതൃഭൂമിയെ പ്രതിനിധീകരിച്ച് അവിടെ പോകണം. അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അതുപോരാ, അവിടെ തന്നെ പോയി റിപ്പോർട്ടിങ് എന്തോ വേറെ നടക്കട്ടെ, എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് വെറുതെ വിളിച്ച് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പോരും. കുറച്ച് അകലെയാണത്, കുറച്ച് ദൂരം വിട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ MA ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ആദ്യം പത്രപ്രവർത്തകരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. മറ്റേ അതിൽ പലരുമൊക്കെ ഇപ്പോഴും ഉള്ള ആൾക്കാർ തന്നെയാണ്, തൃശ്ശൂരിലൊക്കെ TV-യിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് ഡിസ്കഷൻസിൽ. അപ്പോൾ അവരെല്ലാവരും കൂടി ഇരിക്കുന്നു, പ്രിൻസിപ്പൽ ഇരിപ്പുണ്ട്. പിറ്റേ ദിവസം തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ ഇലക്ഷനാണ്. അപ്പോൾ ഇയാളുടെ മുമ്പ് വെച്ച് തന്നെ ഒരു ഔചിത്യം പോലും വിട്ട് അതാണ് ചർച്ച ചെയ്തത്, പ്രസ് ക്ലബ് ഇലക്ഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പലും ചോദിക്കുന്നുണ്ട്, ഇത്ര പ്രധാനപ്പെട്ടതാണോ ഒരു പ്രസ് ക്ലബ് ഇലക്ഷൻ എന്നൊക്കെ. പുള്ളിക്കും വലിയ കൗതുകം, ഇവർക്ക് വലിയ ഇഷ്യൂസ് ആണല്ലോ. അപ്പം ഞാനത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നിട്ട് അധികം നാളായിട്ടില്ല, എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. ഞാനതിൽ ഇത് വലിയ താല്പര്യമില്ല, അവിടുത്തെ എന്താണ് ഇതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നുമില്ല. അവിടെ ചെന്നിട്ട് 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ ഒരു വാർത്ത
നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് മാത്രം, നമ്മുടെ പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല ഈ കിട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതിനിടയിൽ ഈ കുട്ടികൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കാൻ പോകുന്ന പയ്യൻ അവിടെ വന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. നല്ല വെള്ളയൊക്കെ ഇട്ട് ഒരു സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ പ്രിൻസിപ്പൽ എല്ലാവരോടുമായിട്ട് പറയുക, ഈ അദ്ദേഹത്തിനാണ് നിങ്ങൾ അവാർഡൊക്കെ കൊടുക്കാൻ പോകുന്നത്, അല്ല ഞാനാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറ് കൊടുത്താൽ മതി, വീരേന്ദ്രകുമാർ സാറ് ചെയ്യേണ്ടതാണ്, പിന്നെ മാതൃഭൂമിയുടെ അടുത്ത ആൾ കൊടുക്കണം, ഞാനാണോ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ വളരെ ജൂനിയറായ ഒരാളാണ്. അല്ല അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അതിനെന്താ കുഴപ്പം, സാറ് പറയുന്നതല്ലേ. അപ്പോൾ ഈ ചടങ്ങിന് പോവുകയും വേണം, ഇദ്ദേഹത്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം, സന്യാസിയാകാൻ പോവുക. ആലോചിച്ചു. അപ്പോൾ ഇവർ ഇത് കേട്ട് അത് തീരുന്നതിന് മുമ്പ്, അങ്ങനെയാണെങ്കിൽ നീ പോയി ഒരു കാര്യം ചെയ്യും, ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രസ് ക്ലബ് ഇലക്ഷൻ ചർച്ച തുടരും. ഇതിൽ താല്പര്യമേ ഇല്ല ഇവർക്ക് ആർക്കും, ഇത്രയും പത്രപ്രവർത്തകരായിരിക്കും. ഞാൻ വിചാരിച്ചു അപാര സ്റ്റോറിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ഇത്രയും പറഞ്ഞു, ഇതിന് ശേഷം കാണാം, ഇതിന് ശേഷം കാണാമല്ലോ. അപ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ അവാർഡും എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോയി. ഉഗ്ര സ്റ്റോറിയല്ലേ. അപ്പോൾ പുള്ളിയെ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞു, അന്നീ മൊബൈലും ഇതൊന്നും ഇല്ല, എത്ര 25 വർഷം മുമ്പുള്ള കാര്യം. എനിക്ക് 35 വയസ്സുള്ളപ്പോൾ ആണ് ഞാൻ അവിടെ ചീഫ് റിപ്പോർട്ടറായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തെ വിളിപ്പിച്ച് ഫോണിൽ തിരിച്ച് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ഒരു രീതിയിലും വഴങ്ങുന്നില്ല. പുള്ളി പറഞ്ഞു, അത് എനിക്ക് പേഴ്സണൽ പബ്ലിസിറ്റി പോലെ വരും, അതെനിക്ക് ഒട്ടും താല്പര്യമില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. സാറ് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വാർത്തയായിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഉഗ്രം വാർത്തയുമാണ്. അവസാനം അതിനകത്തൊരു ഒത്തുതീർപ്പുണ്ടായി. പുള്ളി പോകുന്നത് രാമകൃഷ്ണ മിഷൻ, അതിലേക്ക് സന്യാസിയാവാനായിട്ടാണ് പോകുന്നത്. ആ മിഷൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കണം. ആലോചിച്ചു എത്ര ആത്മാർത്ഥതയുള്ള മനുഷ്യൻ. അതിൻ്റെ ഒരു നല്ല വാർത്ത കൊടുക്കണം. മിഷൻ തൃശ്ശൂരിൽ നടത്തിയ അത് ഇതിൻ്റെ കൂടെ വേണ്ട എവിടെയും കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു അത് ഫീച്ചർ ചെയ്ത് തന്നെ കൊടുക്കാം. എങ്കിൽ മാത്രമേ എനിക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, എനിക്ക് അതിലൊരു കുറ്റബോധം മാറും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പബ്ലിസിറ്റി ആയി. ആലോചിച്ചു, അന്ന് 10-20 വയസ്സ് മാത്രമുള്ള ഒരു ആളാണ് ഈ പറയുന്നത്. അങ്ങനെ വാർത്ത ഇത് വന്നു. അപ്പോൾ 1-ാം പേജ് ഓൾ എഡിഷനിൽ വാർത്ത വന്നു, സംസ്കൃതത്തിൽ 1-ാം റാങ്ക്, പക്ഷേ സന്യാസിയാകണം. ഉഗ്രം വാർത്തയില്ല. അത് മലയാള മനോരമയുടെ ഏറ്റവും നെടുന്തൂണെന്ന് പറയാവുന്ന തോമസ് ജേക്കബ് സാറ് പേഴ്സണലി എനിക്കിത് കത്തയച്ചിരുന്നു. സാറിനോട് ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ച് ഈ ഡീറ്റെയിൽസ് പറയുകയും ചെയ്ത്, ഇങ്ങനൊരു പശ്ചാത്തലവും കൂടെ ഉണ്ടെന്ന് കുറേ നാളൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ടു ചോദിച്ചു തോമസ് ജേക്കബ് സാറ്. അപ്പോൾ ഈ വാർത്ത വന്നു. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിയ ഈ ഇത്രയും ഡയമെൻഷനുള്ള ഒരു വാർത്ത നമ്മുടെ മുമ്പ് വന്ന് വീണിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല പലർക്കും. കാര്യം എന്താണ്, അവർ ഡിസ്ട്രാക്റ്റഡായി. അവരുടെ കഴിവ് കുറഞ്ഞുകൊണ്ടോ അവർക്ക് ഇതിൻ്റെ സ്പാർക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ല, അവരുടെ താല്പര്യം വേറെയായി. അപ്പം നിങ്ങളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വളരെ കോൺട്രവേഴ്സ്യലായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻ്റ്, അല്ലെങ്കിൽ ഒരു ജസ്റ്റർ, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടി. ആ സമയം നിങ്ങൾ ഡ്യൂട്ടിയിലാണ്. അപ്പം അത് ഡ്യൂട്ടിഫുള്ളായിട്ട് അത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാവുന്ന പിഴവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്കെല്ലാം ബോധ്യമായി. അപ്പോൾ അവർ ശരിക്കും അതിനകത്തൊരു പറ്റിപ്പ് കൂടെ ഉണ്ട്. പോയിട്ട് പിന്നെ തിരിച്ചു വന്നാണ്. അത് നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സമീപനമാണ്. നിങ്ങളുടെ പത്രത്തിൽ തന്നെ എക്സ്ക്ലൂസീവ് വരണം എന്നുള്ള ഇത് ഉണ്ടാണ്. അപ്പോൾ പക്ഷെ അവരത് എന്താണ്, അവരെല്ലാവരും വല്ലാത്ത വിഷമത്തിലായി കാണും. അവരും എല്ലാവരും ഇവിടെ വന്നാണ്, അവരെല്ലാവരും ആൻസറബിൾ അല്ലേ. അപ്പം ഇതാണ്. അപ്പോൾ ആ ഒരു ലാക്സിറ്റി വന്നു കഴിഞ്ഞാൽ ആ സമയം വേറെ ഇതിൽ. അപ്പം ഈ രീതിയിലാണ് നമുക്കിതിനെ പ്രൊഫഷണലായിട്ട് കാണേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ എന്താണ് അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കൊടുക്കുന്ന ജേർണലിസ്റ്റിലേക്ക് വഴുതി പിന്നെ കള്ളത്തരങ്ങളും കൊടുത്തിട്ട് ഇത് അതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സ്പോസ്ഡ് ആയി പോകുമേ. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റെന്താണ് റിപ്പോർട്ടിങ്ങിൽ ഞാൻ പിന്നെ ന്യൂസ് എഡിറ്ററായിട്ടും സീനിയർ ന്യൂസ് എഡിറ്ററായിട്ടും ഒക്കെ വന്നു. അവിടെയൊക്കെ വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഒരു ബലമായ വിശ്വാസം, ന്യൂസ് എഡിറ്റേഴ്സും സീനിയർ ന്യൂസ് എഡിറ്ററോ ഡെപ്യൂട്ടി എഡിറ്ററോ ആരൊരു പത്രത്തിലോ ഒരു മീഡിയ സ്ഥാപനത്തിലോ വരികയാണെങ്കിലും അവർ തീർച്ചയായിട്ടും റിപ്പോർട്ടിങ്ങിൽ ഇതായിട്ട് നല്ല റിപ്പോർട്ടേഴ്സായി റിപ്പോർട്ടിംഗ് നന്നായി നടത്തിയവരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ഇതുണ്ടെങ്കിലും ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഇതിലൂടെയാണ് കടന്ന് ഇതേപോലെ വരാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ നാലപ്പാടിന് ശേഷം വന്ന കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ പത്രത്തിൽ. അങ്ങേര് 20 വയസ്സ് മുതൽ ഡൽഹിയിൽ സ്കൂട്ടറിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നടന്ന് റിപ്പോർട്ടിംഗ് തുടങ്ങിയ ആളാണ്. ദീർഘകാലത്തെ റിപ്പോർട്ടിംഗ് അനുഭവമാണ്. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് അനുഭവം കൊണ്ടും കൂടെ ആയിരിക്കാം അദ്ദേഹം പ്രഗത്ഭനായ ഒരു എഡിറ്ററായിട്ട് മാറിയത്.
അപ്പോൾ അതുണ്ട്. അതിനുശേഷം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം, ഞാൻ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തത് ഈ പറയുന്ന ജേർണലിസം അധ്യാപനമാണ്. അപ്പോൾ അതും ഒരു 35 വയസ്സ് മുതൽ ഞാൻ അതിലേക്കുണ്ട്. അതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം പ്രസ് ക്ലബിൻ്റെ അവിടെ തന്നെ പഠിച്ചിരുന്നതുകൊണ്ട് അവിടെ പഠിപ്പിക്കണം എന്നുള്ള വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നവരോടൊപ്പം പിന്നെ നമ്മൾ പഠിപ്പിച്ച NRS ബാബു സാറ്, അവരൊക്കെ ശ്രീ ഫസലുദ്ദീൻ, അങ്ങനെ കുറേ പേരാണ് നമ്മുടെ അന്നത്തെ ഫാക്കൽറ്റിയിലുണ്ടായിരുന്നത്. പ്രൊഫസർ PA ശേഷൻ എന്നൊക്കെ പറയുന്ന സീനിയർ അധ്യാപകർ പഠിപ്പിക്കുന്ന പാനലുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം ഒരുമിച്ച് പഠിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ സത്യൻ സാറിൽ നിന്ന് പ്രസ് അക്കാഡമിയിൽ സത്യേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം, പിന്നെ ഞാൻ കൊച്ചിയിലുള്ളപ്പോഴത്തേക്ക് പ്രസ് അക്കാഡമി പഠിപ്പിക്കാൻ, പ്രസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മീഡിയ അക്കാഡമിയിൽ പഠിപ്പിക്കാൻ പോയേ പറ്റൂ. ഒരു ദിവസം അദ്ദേഹം വിളിക്കുകയാണ്. ഞാൻ വന്ന് ചീഫ് റിപ്പോർട്ടറായിട്ട് രണ്ടാമത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ്, ഓ ഒളിച്ചിരിക്കുകയാണല്ലേ. ഞാൻ പറഞ്ഞു അതെന്താ പഠിപ്പിക്കാൻ വിളിക്കുമെന്ന് വെച്ചാൽ എന്നാൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല. അപ്പോൾ ഒരു കാര്യം, മറ്റേ ചിലർ പറയുമല്ലോ ഒരു സജഷനാണ്, നിർദ്ദേശമാണ്, അങ്ങനെയൊന്നുമല്ല, ഇത് ഓർഡർ തന്നെയാണ്. ആഴ്ചയെ ഒരു ദിവസം ഇവിടെ വന്ന് ക്ലാസ് എടുത്തിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബ്യൂറോയിൽ, മറ്റേ സ്ഥിരം പത്രപ്രവർത്തകരുടെ സമയക്കുറവ്, എന്തോ സമയക്കുറവ്, ഞാൻ ആരെ വിളിച്ച് പറയണം, ആരോണോ വിളിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ പറയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു ബ്യൂറോയിലായതുകൊണ്ട്, ബ്യൂറോയിൽ 24 മണിക്കൂർ ഇരുന്ന് എഴുതുമോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഊണ് കഴിച്ചിട്ട് കുറച്ച് സമയമില്ലേ, ആ സമയത്ത് പോന്നാൽ മതി, നമുക്ക് 1:30-3:30 ഒരു ടൈമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഊണും കഴിച്ച്, അന്ന് സ്കൂട്ടറിലാണ് പ്രസ് അക്കാഡമിയുടെ കാക്കനാടുള്ള പോയി 1:30 തൊട്ട് 3:30 ഒരാഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കുകയും 3:45, 4 തിരിച്ചും വരും. അപ്പോൾ സാറിൻ്റെ നിന്ന് പഠിച്ച ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാറോടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ തരുന്നത്, മറ്റേ ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ അന്ന് പഠിപ്പിച്ച് തുടങ്ങിയിരുന്നു. അതിനുശേഷമാണെങ്കിലോ കൊച്ചിയിൽ 35 വയസ്സുള്ള, കൊച്ചിയിൽ ചീഫ് റിപ്പോർട്ടറിൽ ചെല്ലുമ്പോൾ ഏകദേശം 43 വയസ്സുണ്ട്. അപ്പോൾ അതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കുറേ എക്സാമ്പിൾസ് എപ്പോഴും എടുത്തുകൊണ്ടേ വരും. സാറ് പഠിപ്പിച്ചാണ് എഴുതി അവരെ ശരിയാക്കണം, വർക്ക് ചെയ്യിപ്പിച്ച്, പ്രാക്ടിക്കൽസ് ചെയ്യിപ്പിച്ച്, അവസാനം പുട്ടിന് പീരയിടുന്ന പോലെ അവിടെ ഇവിടെ വല്ല തിയറിയും പറഞ്ഞാൽ അല്ലാതെ ഒരു കാര്യം. അപ്പോൾ അത് ഈ ജേർണലിസ്റ്റ് ഇത്രയും നാൾ പഠിപ്പിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ, ഒരു ഭേദപ്പെട്ട നിലയിൽ പഠിപ്പിക്കുന്ന ആളെന്നുള്ള ഒരു വിശ്വാസവും കൂടെ മറ്റുള്ളവർ പറഞ്ഞും സ്വയവും കുറച്ചുള്ളതുകൊണ്ട് എനിക്കതൊരു വലിയൊരു ഇൻസൈറ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ അല്ലാതെ ചെയ്തിരുന്നത്. അപ്പോൾ സാറ് തരുന്നത് മുഴുക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ മേക്ക് എ സ്റ്റോറി ഔട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞ ഔട്ട്ലൈൻ തരില്ലേ, അതുപോലെ ഔട്ട്ലൈൻസ് അതൊക്കെ പ്രിന്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരെയും കൊടുക്കും, ഒരു സ്റ്റോറി എഴുതുക. അപ്പോൾ എല്ലാവരും ആദ്യം പറയുമല്ലോ, ആദ്യമേയാണ് മറ്റേ കാറ് പഠിപ്പിക്കുന്ന പോലെയാണ്, ഡ്രൈവർ സീറ്റ് ഇരുന്നിട്ട് പറയില്ല എടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല നമുക്ക് ഇതിനെക്കുറിച്ച് അതൊന്നും അറിയില്ല, അറിഞ്ഞൂടെ, അതൊക്കെ വെറുതെ പറയും. അപ്പോൾ സാറും പറയുന്ന അതാണ്. അപ്പോൾ പത്രമൊന്നും വായിക്കാറില്ലേ? വായിക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അറിയായിരിക്കുമല്ലോ, ഒന്ന് എഴുതി നോക്ക്. ആ അപൂർണതയില്ലേ, അപൂർണതയെ എങ്ങനെ പൂർണ്ണമാക്കുക, എന്നിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്യണം. ഓരോരുത്തരുടെയും പേരുമൊന്നും പരസ്പരം ഷഫിൾ ചെയ്തിട്ട് നമ്മൾ വായിക്കണം, പേരും പറയാൻ പാടില്ല. അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് വലിയൊരു പാഠമായിരുന്നു ഈ സാറിൻ്റെ. അപ്പോൾ അതേപോലെ ഞാനിവിടെ പഠിപ്പിച്ച ഈ പ്രസ് ക്ലബിലെ റിപ്പോർട്ടിംഗ് ആണ്, ന്യൂസ് റിപ്പോർട്ടിംഗ് തന്നെയാണ് നമ്മളെ പ്രിയപ്പെട്ട വിഷയം. അത് തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ദീർഘകാലം ഉണ്ടായിരുന്നു, 10-17 വർഷത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നമ്മുടെ പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിരുന്നു. പിന്നെ പ്രസ് അക്കാഡമിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നത് പോലെ അതും തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിലെല്ലാം അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ ജേർണലിസ്റ്റ് ആർ ബോൺ എന്നോ അല്ലെങ്കിൽ ട്രെയിനിങ് കൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ പലരും പറഞ്ഞെന്ന് വരാം. പക്ഷേ നിങ്ങൾക്ക് എത്ര ഇൻബിൽറ്റ് ടാലൻസ് ഉണ്ടെങ്കിലും ഇതെന്നൊരു ഫൈൻ ട്യൂണിങ്ങിന് ഇത് സഹായിക്കുകയും ഒരു ഓവറോൾ പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മുട്ടട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്, ഈ അച്ഛൻ്റെ വീട്. അപ്പോൾ മുട്ടടയ്ക്ക് തന്നെ കുറേ ഒരു പ്രത്യേകതയുണ്ട്. മുട്ടട എന്നുള്ള എങ്ങനെ യാദൃശ്ചികതയൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ ബന്ധുക്കളായിട്ട് തന്നെ ഒരുപാട് പേര് ജേർണലിസ്റ്റുകളായിട്ട് ഒരുമിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനുണ്ട്. എൻ്റെ തൊട്ട് പിന്നാലെ തന്നെ എൻ്റെ അനന്തരവൻ, അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മകൻ
റെജി, അദ്ദേഹം കേരള കൗമുദിയിൽ ജോയിൻ ചെയ്തു. കേരള കൗമുദിയുടെ TV-യുടെ ഇതിലും വന്നു. ഇപ്പോൾ ഡെപ്യൂട്ടി എഡിറ്ററാണ്. കേരള കൗമുദിയിൽ പത്രത്തിൻ്റെയും ചുമതലയുണ്ട്. TV ലോഞ്ച് ചെയ്യുന്നതിൽ വലിയ കൗമുദി TV ലോഞ്ച് ചെയ്യുന്നതിൽ വലിയ റോൾ വഹിച്ചതാണ്. അപ്പോൾ അവിടെയും തീരുന്നില്ല. അവിടെ നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് മലയാള മനോരമയുടെ വിനീത ഗോപി. അതൊരു ലവ് മാരേജാണ്. വിനീത ഗോപി ഇപ്പോൾ ആലപ്പുഴയിലെ മനോരമയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററാണ്. കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് സ്ത്രീകൾ മനോരമയിൽ തന്നെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കാം. ആലപ്പുഴയിലെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് അവിടെയുണ്ട്. അതും കഴിഞ്ഞ് അവിടെയും തീരുന്നില്ല. അവിടെ നിന്ന് റെജിയുടെ സിസ്റ്റർ, അതായത് എൻ്റെ ഈ മുമ്പേ പറഞ്ഞ അനന്തരവൾ, അമ്മാവിൻ്റെ മകള്, റെജിയുടെ സിസ്റ്റർ രശ്മി, അനിയത്തി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. രശ്മിയുടെ ഹസ്ബൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആദ്യം കല്യാണം കഴിച്ച ആൾ വളരെ പെട്ടെന്ന് മരിച്ചുപോയി. വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അതുപോലെ തന്നെ പ്രകാശിൻ്റെ വൈഫ് എസ് പ്രകാശ് എന്ന് പറയുന്ന ഇപ്പോൾ കൊച്ചിയിലുള്ള മാതൃഭൂമിയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ. മാതൃഭൂമിയിൽ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. പ്രകാശിൻ്റെ വൈഫ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിയാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഇതേപോലെ തന്നെ വളരെ അൺഫോർച്ചുനേറ്റായിട്ട് ഒരു അസുഖത്തെ തുടർന്ന് മരിച്ചുപോയി. അങ്ങനെ ഇവർ രണ്ടുപേരും ചെറുപ്രായത്തിൽ തന്നെ ഈ പാർട്ട്നേഴ്സിൻ്റെ ജീവിത സഖാവിനെ നഷ്ടപ്പെട്ടവരായി മാറി. അപ്പം ഞങ്ങളുടെ പലരുടെ ഉള്ളിൽ ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ആക്ച്വലി അതിനകത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത് ഞങ്ങളുടെയൊക്കെ എൻ്റെ പ്രിയ സ്നേഹിതനും പ്രിയ സഹപ്രവർത്തകനുമായ സണ്ണിക്കുട്ടി എബ്രഹാമാണ്. നമ്മളെല്ലാവരും ബന്ധുക്കൾ ആയതുകൊണ്ടും പറയുന്നതിനകത്തും അതിനകത്തൊരു ചില ഇതുണ്ടായിരുന്നു. ഒരു സണ്ണിക്കുട്ടി അതിലിടപെടുകയും ഇവർ രണ്ടുപേരും ഉടനെ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല ആദ്യം. പക്ഷെ നമ്മുടെയൊക്കെ സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങി അങ്ങനെ അവർ വിവാഹിതരാകുകയും ചെയ്തു. അങ്ങനെ മുട്ടട എന്ന് പറയുന്ന ശരിക്കും ഇത്രയും പത്രപ്രവർത്തകരുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കെ ബീന റെജിയുടെ കസിനാണ്. റെജി ഞാനും ബന്ധമുള്ള പോലെ തന്നെ ബീന ഈ മുട്ടടയുമായിട്ട് ബന്ധമുണ്ട്. ബീന ബൈജുചന്ദ്രൻ്റെ വൈഫ്, ബീനയും ബന്ധുവാണ്. അങ്ങനെ യാദർച്ഛികമായിട്ട് ഈ മുട്ടട എന്ന് പറയുന്നത് വിചിത്രമായ പേരുള്ളൊരു സ്ഥലമാണ്. അർത്ഥം എന്താണെന്നുള്ള കാര്യം ഇനി ഗവേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആർക്കും വ്യക്തമായ ധാരണ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്രയും പത്രപ്രവർത്തകരുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഗവേഷണം നടത്താവുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. പിന്നെ ഈ പറയുന്നത് പോലെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വീടാണ് ഈ മുട്ടട തറവാട്. ആ തറവാടിലാണ് ഇപ്പോൾ റെജി താമസിക്കുന്നത്. ഞങ്ങൾ വീടവിടെ, അച്ഛൻ വേറെ തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥലത്തായിട്ട് അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ വീട് വെച്ച് താമസിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ അച്ഛൻ പോലീസിലായിരുന്നു. പോലീസ് സർവീസിൽ DYSP ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. ഒരു പൈസ പോലും സർവീസിൽ നിന്നുണ്ടാക്കാത്ത അങ്ങേയറ്റ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് എന്നെ മാതൃഭൂമിയിൽ ഇപ്പോഴും അത് പലരും പിന്നെയും പറഞ്ഞിരിക്കുമായിരുന്നു. കൊച്ചുകുട്ടികളെ കൊണ്ട് പ്രവേശിപ്പിക്കുന്ന പോലെ അച്ഛനും കൂടി വന്നിട്ടാണ് കൊച്ചി മാതൃഭൂമി ഓഫീസിൽ ജോയിൻ ചെയ്യാനായിട്ട് അച്ഛനും കൂടെ വന്നിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലോഡ്ജിൽ നിന്ന് മാതൃഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞ വാക്ക് ഇതാണ്: പൂർണ്ണമായും സത്യസന്ധത പാലിക്കണം. അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങളുമൊക്കെ ജേർണലിസ്റ്റിക് കാണും. പക്ഷെ പറ്റുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കരുത്. ജോലിക്കകത്തായാലും പുറത്തായാലും, പ്രത്യേകിച്ചും വ്യക്തിപരമായി ആരെയും ദ്രോഹിക്കരുത്. അത് ഏകദേശം പൂർണ്ണമായും തന്നെ പൂർണ്ണമായും തന്നെ ഞാനത് പാലിച്ചിട്ടുണ്ടെന്നുള്ള ചരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ അച്ഛനിപ്പോൾ ഇല്ല. അതിനുശേഷം അമ്മയുണ്ട്. അമ്മ മുട്ടട വീട്ടിലുണ്ട്. അമ്മ വീട്ടമ്മ എന്ന് എളുപ്പത്തിൽ പറയാം. പക്ഷേ ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. നമ്മളെ 3 പേരെയും വളർത്തിയെടുക്കുക എന്നുള്ള ഈ അച്ഛൻ്റെ ഈ ആദർശവും ശമ്പളം മാത്രം കിട്ടുന്ന പൈസയും അതും വെച്ചിട്ടാണ്, പോലീസാണെങ്കിലും അതിൻ്റെ രീതിയിൽ കഴിയും വേണമല്ലോ, വേറെ ശമ്പളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ 3 പേരെ ഇതിൻ്റെ ഇടയിൽ കൂടി ശ്രമകരമായി വളർത്തിക്കൊണ്ടുവന്ന അമ്മയാണ്. മറ്റേ 2 പേര്, ഒരാൾ കൊച്ചിയിലും മറ്റൊരാൾ തിരുവനന്തപുരത്തുമുണ്ട്. പിന്നെ എൻ്റെ ഇതിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം, ഞാൻ മാതൃഭൂമി കൊച്ചിയിൽ ട്രെയിനി കഴിഞ്ഞ് പ്രൊബേഷൻ പീരീഡിലാണ് കല്യാണം. വൈഫിൻ്റെ ഗൗരീശപട്ടം ഇവിടെയാണ് വീട്. വൈഫ് ആർ രാജശ്രീ. വൈഫ് LICയിലായിരുന്നു. LICയിൽ പടിപടിയായി പ്രൊമോഷനിൽ കിട്ടി.
ഇപ്പോൾ ഒടുവിൽ ചെന്നൈയിൽ റീജിയണൽ മാനേജറായിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒക്ടോബറിൽ റിട്ടയർ ചെയ്തു. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് ഇന്ദുലേഖ, ഭർത്താവ് ഡോക്ടർ ബിമൽ ഗംഗാധരൻ. സൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അവർ രണ്ടുപേരും സാൻ ഫ്രാൻസിസ്കോയിലുണ്ട്. അവൾ മീഡിയ ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഇതിലാണ്. രണ്ടാമത്തെ മകള് ചാരുലതയുടെ ഭർത്താവാണ് അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. അതൊരു ലവ് മാരേജ് ആയിരുന്നു. അവർ രണ്ടുപേരും മാറിവാൻസിൽ പഠിച്ചിരുന്നു. അത് എല്ലാവർക്കും കൂടുതലവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് ഇതുപോലെ ഇന്ദുലേഖയുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. സഞ്ജുവിൻ്റെ ഇത് സഞ്ജു തന്നെയാണ് ആക്ച്വലി ആദ്യം എന്നോട് പറയുന്നത്. ഇങ്ങനെ മകള് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് മകൾ രണ്ടാമതാണ് പറയുന്നത്. ഞാനത് സഞ്ജുവിനെ കേരളത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിച്ചു. വളരെ സന്തോഷപൂർവ്വം വിവാഹം നടത്തി. അങ്ങനെ ദൈവം സഹായിച്ച് അതെല്ലാം വളരെ മംഗളകരമായിട്ട് പോകുന്നു. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു 2.5 വർഷമായി. 37 വർഷം വളരെ ആക്റ്റീവായിട്ടുള്ള ജേർണലിസം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബഫർ വേണമെന്ന് കരുതി. മാതൃഭൂമി എന്നെ ത്രൂഔട്ട് എന്നോട് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയിട്ടുള്ള എക്കാലവും. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹബുദ്ധിയ തുടരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കുറച്ചും കൂടെ സീനിയർ ലെവലിൽ ഒരു എഡിറ്റോറിയൽ ഇതിൻ്റെ ലീഡർഷിപ്പിൽ വരുന്ന റോളിൽ തുടരണമെന്ന് മാനേജിങ് എഡിറ്ററും അതുപോലെ തന്നെ അന്നത്തെ MD ഉൾപ്പെടെ ഉള്ളവരുമൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വളരെ സ്നേഹബുദ്ധിയാൽ എനിക്ക് ഒരുപാട് ഈ പറഞ്ഞ തിരക്കിനിടയിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഒന്ന് വായന, ഫിലിംസ് വലിയൊരു താല്പര്യമുള്ള വിഷയമാണ്. മലയാള ഫിലിംസ് ആയാലും വിദേശ ഭാഷയിലുള്ള മറ്റ് ഇന്ത്യൻ ഭാഷയിലായാലും വിദേശത്തായാലും അതൊക്കെ ഒരുപാട് കാണാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ദൈവം സഹായിച്ച് വലിയൊരു സൗകര്യമുണ്ടല്ലോ, OTTയിൽ കാണാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ. അതൊക്കെ കാണാത്ത ഒരു ദുഃഖമുണ്ട്, അത് കാണണമെന്നുണ്ട്. പിന്നെ പുസ്തകങ്ങൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്നും വായിച്ചിട്ടില്ല. അതിലൊരു 20% മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതെല്ലാം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. കിട്ടിയ പുസ്തകം വായിച്ച അതിൽ കുറേയേറെയെങ്കിലും വായിക്കണമെന്നുണ്ട്. അതുകൊണ്ട് പിന്നെ യാത്രകൾ ഒരുപാട് ആഗ്രഹിക്കുക, ഒരിക്കലും നടക്കാതെ പോയിട്ടുള്ള യാത്രകൾ, അത് കുറേയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കുറച്ച് നാളും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രയാസമായിരിക്കും. അതും വൈകാതെ യാത്രകളിലേക്കും പോകണമെന്ന് ഉള്ള ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹബുദ്ധിയോടുകൂടി തൽക്കാലം ഇനിയൊരു റെഗുലർ ജോബ് എന്ന് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനിയും നമ്മളൊക്കെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു പ്രൊഫഷനാണ് ഈ ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴും പത്രങ്ങളായാലും മറ്റ് മീഡിയ ആയാലും ഒരുപാട് ഓഡ്സ് അഗൻസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അവിടെയായിട്ട് രചിതരേഖകളുണ്ട്. അത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ആകട്ടെ. നമസ്കാരം.